ഹായ് എവറി വൺ, വെൽക്കം ടു നോട്ട്ബഡി.in. സോ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ MA ഇംഗ്ലീഷിലെ MEG 16 ആയിട്ടുള്ള ഇന്ത്യൻ ഫോക്ക് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറാണ്. ഇതൊരു കംപ്ലീറ്റ് മാരത്തോൺ വീഡിയോ ആണ്. സോ ഇതിൽ നമ്മൾ MEG 16 കംപ്ലീറ്റ് ബ്ലോഗ്സും അതിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആശയങ്ങളും എല്ലാം നമ്മൾ യൂണിറ്റ് വൈസ് ആയിട്ട് തന്നെ സിമ്പിളായിട്ട് കവർ ചെയ്യാൻ പോവാണ്. സോ ആദ്യം തന്നെ എന്താണ് ഈ ഒരു കോഴ്സ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. വലിയ അക്കാദമിക് ഗ്രന്ഥങ്ങളിലും എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളിലും ഒതുങ്ങാത്ത എന്താ പറയാ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ വാമൊഴി പാട്ടുകളിലും, അതായത് ഓറൽ ആ ഒരു സോങ് കാര്യങ്ങൾ, അതുപോലെ നാടോടി കഥകളില്, ഫോക്ക് ടെയിൽസില്, മിത്തുകളില്, അതുപോലെ റിച്വൽ പെർഫോമൻസിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു സംസ്കാരത്തെയാണ് നമ്മൾ ഈ ഒരു ഫോക്ക് ലോർ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലെ വൈവിധ്യമാർന്നിട്ടുള്ള ഗോത്ര ഗ്രാമീണ ജനവിഭാഗങ്ങളുടെ തനതായിട്ടുള്ള ജീവിത വീക്ഷണവും അവര് പ്രകൃതിയെയും ചരിത്രത്തെയും അടയാളപ്പെടുത്തിയിട്ടുള്ള രീതികളും അതൊക്കെയാണ് ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ക്യാരക്ടറിസ്റ്റിക് സ്ട്രക്ചർ ഓഫ് ഫോക്ക് ലോർ, അതുപോലെ ഫോംസ് ആൻഡ് വാരിയേഷൻ ഓഫ് ഫോക്ക് ലിറ്ററേച്ചർ, തിയറിറ്റിക്കൽ അപ്രോച്ചസ് ഓഫ് ഫോക്ക് ലിറ്ററേച്ചർ, റോൾ ഓഫ് ഓറൽ ട്രഡീഷൻ, ഇങ്ങനെയെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും. ഈ ഒരു കംപ്ലീറ്റ് വീഡിയോയുടെ നോട്ട്സും നോട്ട്ബഡി.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ ഈ ഒരു ക്ലാസ് കേൾക്കുന്ന സമയം ആ നോട്ടും കൂടി ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഇതിനേക്കാൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോട്ടിലുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ബ്ലോക്കിലേക്ക് പോവാം. ബ്ലോക്ക് 1 ഫോക്ക് ലിറ്ററേച്ചർ ആൻഡ് ലാംഗ്വേജ് റിസർച്ച് ആൻഡ് പെഡഗോജി. അതിലെ യൂണിറ്റ് 1 വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഫോക്ലോർ. നാടോടി വിജ്ഞാനീയം അഥവാ ഫോക്ലോർ എന്ന ആ ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിർവചനമാണ് ഈ ഒരു ഒന്നാമത്തെ യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ദ ലിവിങ് നോളജ്, ഒരു ജനവിഭാഗം തലമുറകളായിട്ട് വാമൊഴിയായി ഓറൽ ട്രഡീഷൻ വഴി കൈമാറി പോരുന്ന പരമ്പരാഗതമായിട്ടുള്ള നോളജ്, അറിവുകള്, വിശ്വാസങ്ങള്, ആചാരങ്ങള്, കഥകള്, പാട്ടുകള്, പഴഞ്ചൊല്ലുകള്, മിത്തുകള്, അനുഷ്ഠാനങ്ങള് എന്നിവയുടെ ഒക്കെ ആകെത്തുകയാണ് ഈ ഒരു ഫോക്ക് ലോർ എന്ന് പറയുന്നത്. ഇനി കൾച്ചറൽ ഐഡന്റിറ്റി, ഒരു കമ്മ്യൂണിറ്റിയുടെ ദൈനംദിന ജീവിതത്തെയും അവരുടെ വാല്യൂസിനെയും സാംസ്കാരിക ആ ഒരു ഐഡന്റിറ്റിയെയും കൾച്ചറൽ ഐഡന്റിറ്റിയെയും ഒക്കെ റിഫ്ലക്ട് ചെയ്യിക്കുന്ന ഒരു കണ്ണാടിയാണ് ഇത് എന്ന് പറയുന്നത്, കൾച്ചറൽ ഐഡന്റിറ്റി. ഇന്ത്യയുടെ ബഹുഭാഷ ബഹുസംസ്കാരിക പൈതൃകം കാരണം, അതായത് നമ്മളെ മൾട്ടി ലിംഗ്വൽ ആൻഡ് മൾട്ടി കൾച്ചറൽ ആ ഒരു പൈതൃകം കാരണം നമ്മുടെ ഫോക്ക് ലോർ അതീവ എന്താ പറയാ ഭയങ്കര റിച്ച് ആൻഡ് ഡൈവേഴ്സ് ആണ്. അതായത് അതിൽ പലതരം കൾച്ചർ ഉണ്ട്, എല്ലാം കൂടി കലർന്നിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. യൂണിറ്റ് 2 വരുമ്പം തിമാറ്റിക് ആൻഡ് നറേറ്റീവ് കൺസേൺസ് ഓഫ് ഇന്ത്യൻ ഫോക്ക് ലിറ്ററേച്ചർ ആണ് ഇത് വരുന്നത്. ഇന്ത്യൻ നാടോടി സാഹിത്യത്തിലെ പ്രധാനപ്പെട്ടിട്ടുള്ള പ്രമേയങ്ങളും കഥപറച്ചിൽ രീതി, ആ ഒരു നറേറ്റീവ് ടെക്നിക്സും ഒക്കെയാണ് ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. റൂട്ടഡ് ഇൻ എവറിഡേ ലൈഫ്, സാധാരണ മനുഷ്യരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളോട് അതീവ എന്താ പറയാ അടുത്ത് നിൽക്കുന്ന തീംസ് ആണ് ഫോക്ക് ലിറ്ററേച്ചറിൽ ഉള്ളത്. പ്രണയം, കുടുംബ ബന്ധങ്ങള്, ഹീറോയിസം, അതുപോലെ മൊറാലിറ്റി ആൻഡ് ജസ്റ്റിസ്, പ്രകൃതിയോടുള്ള ആ ഒരു ആദരവ്, വിശ്വാസം, തിന്മയ്ക്കുമേൽ നന്മ നേടുന്ന വിജയം, ഇതൊക്കെയാണ് ഇതിലെ പ്രധാനമായിട്ട് വരുന്ന തീംസ് വരുന്നത്. ഓക്കെ, സിമ്പിൾ ആൻഡ് എഡ്യൂക്കേഷണൽ, ഇവയുടെ നറേറ്റീവുകൾ അതീവ സിമ്പിളും അതുപോലെ തന്നെ ഭയങ്കര ഭാവനാ സമ്പന്നവും ഒക്കെ ആയിരിക്കും. കേവലം വിനോദത്തിനപ്പുറം പുതിയ തലമുറയെ ധാർമ്മിക മൂല്യങ്ങളും പരമ്പരാഗത നിയമങ്ങളും പഠിപ്പിക്കുക, അതായത് ഇന്റൻഡഡ് ടു എന്റർടൈൻ ആസ് വെൽ ആസ് എഡ്യൂക്കേറ്റ് എന്നൊരു വലിയ ലക്ഷ്യം കൂടി ഈ ഒരു കഥകൾക്കൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി യൂണിറ്റ് 3 വരുന്നത് ഇന്ത്യൻ ഫോക്ലോർ ഫോംസ്, പാറ്റേൺസ് ആൻഡ് വേരിയേഷൻസ്. ഓക്കെ, ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന ഫോക്ലോറിന്റെ വിഭിന്ന രൂപങ്ങളെയും അവയുടെ പൊതുവായിട്ടുള്ള ഘടനകളെയും ഒക്കെയാണ് ഈ ഒരു യൂണിറ്റ് നോക്കുന്നത്. ഡൈവേഴ്സ് ഫോംസ്, അതായത് വൈവിധ്യമാർന്നിട്ടുള്ള രൂപങ്ങൾ. ഇന്ത്യൻ ഫോക്ലോർ പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നാടോടി കഥകൾ, ഫോക്ക് ടെയിൽസ് ആയിട്ട്, നാടൻ പാട്ട്, ഫോക്ക് സോങ്സ്, അതുപോലെ ബല്ലാഡ്സ്, വീരഗാഥകള്. പിന്നെ വരുന്നത് പുരാവൃത്തങ്ങൾ, അതായത് മിത്ത് ഉണ്ടാവുമല്ലോ, മിത്സ്, ഐതിഹ്യങ്ങള്, ലെജൻസ്, നാടോടി ഇതിഹാസങ്ങൾ, അതായത് എപ്പിക്സ്. പിന്നെ വരുന്നത് പഴഞ്ചൊല്ല്, അതായത് പ്രോവേർബ്സ്, അതുപോലെ റിഡിൽസ്, കടങ്കഥകള്. പിന്നെ നാടോടി നാടകങ്ങളുണ്ട്, ഫോക്ക് ഡ്രാമാസ്, അതുപോലെ തെയ്യം, പടയണി പോലുള്ള അനുഷ്ഠാന കലകൾ, അതായത് റിച്വൽ പെർഫോമൻസ്. കോമൺ പാറ്റേൺസ്, ഓരോ പ്രദേശത്തും സംസ്കാരത്തിനും അനുസരിച്ച് കഥകളില് വ്യത്യാസങ്ങൾ, വാരിയേഷൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിലും അവ പങ്കുവെക്കുന്ന പൊതുവായിട്ടുള്ള ചില ഘടനകളാണ്. അതായത് സത്യസന്ധതയുടെ ആ ഒരു പ്രാധാന്യം, മുതിർന്നവരോടും പ്രകൃതിയോടുമുള്ള ആ ഒരു റെസ്പെക്ട്, ആദരവ് എന്നിവയെല്ലാം എല്ലാ പ്രാദേശിക ഫോക്കുകളിലും പൊതുവായിട്ട് കാണാം. ഓക്കെ, ഒരു കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കാലത്തിനനുസരിച്ച് ഇവ നിരന്തരം മാറുകയും
രൂപപ്പെടുകയൊക്കെ അതിൽ ഒരുപാട് ചേഞ്ച് വരുന്നുള്ളതാണ് പറയുന്നത്. ഇനി യൂണിറ്റ് 4 വരുന്നത് തിയററ്റിക്കൽ അപ്രോച്ചസ് ടു ഫോക്ലോർ. ഫോക്ലോറിനെ അക്കാദമിക് തലത്തിൽ ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട തിയറീസും അപ്രോച്ചസും ആണ് ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മേജർ അപ്രോച്ചസ് വരുന്നതാണ്. ഫസ്റ്റ് വൺ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്. ഒരു ഫോക്ക് പാരമ്പര്യത്തിന്റെ ഒറിജിൻ, അത് കാലങ്ങളായിട്ട് വികസിച്ചു വന്ന ചരിത്രത്തെയൊക്കെ പഠിപ്പിക്കുന്നു. ഇനി അടുത്തത് ആന്ത്രോപോളജിക്കൽ അപ്രോച്ച്. അത് മനുഷ്യ സംസ്കാരവുമായും അതുപോലെ മനുഷ്യന്റെ സാമൂഹിക ഘടനയുമായും ഒക്കെ ഫോക്ലോറിനുള്ള ബന്ധമാണ് അവിടെ പരിശോധിക്കുന്നത്. അടുത്തത് സ്ട്രക്ചറൽ അപ്രോച്ച്. അത് വ്ളാഡിമിർ പ്രോപ്പിനെ പോലെയുള്ള, അതായത് വ്ളാഡിമിർ പ്രോപ്പിനെ പോലുള്ളവരുടെ തിയറീസ് കടമെടുത്തിട്ട് നാടോടി കഥകളുടെ എന്താ പറയാ ആഭ്യന്തര ഘടനകളെയും പാറ്റേണിനെയും ഒക്കെ വിശകലനം ചെയ്യുന്ന, അനലൈസ് ചെയ്യുന്നതാണ് ഈ ഒരു സ്ട്രക്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അടുത്തത് ഫങ്ഷണൽ അപ്രോച്ച്. ഫോക്ലോർ ഒരു സമൂഹത്തിൽ എന്തൊക്കെ സാമൂഹിക സാംസ്കാരിക ചുമതലകളെയാണ്, അതായത് സോഷ്യൽ പർപ്പസ് ആണ് നിർവഹിക്കുന്നത് എന്നുള്ളതാണ് ഇത് വിശദീകരിക്കുന്നത്. ഇനി അഞ്ചാമത്തത് സൈക്കോളജിക്കൽ അപ്രോച്ച്. സിഗ്മണ്ട് ഫ്രോയിഡ്, അതുപോലെ കാൾ യുങ് എന്നിവരുടെയൊക്കെ അവരുടെയൊക്കെ ഫിലോസഫിക്കൽ തോട്ട്സ് ഒക്കെ മുൻനിർത്തി ഫോക്ലോറിലെ പ്രതീകങ്ങൾ, അതായത് സിമ്പിൾസ്, അതുപോലെ മിത്തുകള്, മനുഷ്യന്റെ ആ ഒരു ഹ്യൂമൻ മൈൻഡ് എന്നിവയൊക്കെയാണ് പഠിക്കുന്നത്. ഈ ബഹുശാഖ സമീപനങ്ങൾ, ഈ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഈ അപ്രോച്ചസ് ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് ഫോക്ലോറിന്റെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ കണ്ടെത്താൻ നല്ല സ്കോളേഴ്സിനെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. സോ ഇത്രയാണ് ഒരു ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത്. ഈ ബ്ലോക്ക് 1 നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് എന്താ പഠിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളൊരു ബേസ് ആണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് ബ്ലോക്ക് 2 പോവാം. ബ്ലോക്ക് 2 വരുന്നത് ഐഡന്റിറ്റി ആൻഡ് ഹൈബ്രിഡിറ്റി, ക്ഷേത്ര ആൻഡ് ദേശ. സ്വന്തം മണ്ണും അതുപോലെ അവിടുത്തെ പ്രാദേശിക ഐഡന്റിറ്റി സ്വത്വങ്ങളും എങ്ങനെയാണ് നാടോടി സംസ്കാരത്തിലൂടെ രൂപപ്പെടുന്നത് എന്നുള്ളതാണ് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ എന്താ പറയാ സാധാരണക്കാരുടെ ആ ഒരു നാടോടി ഭാഷ എങ്ങനെ സംസ്കാരത്തിന്റെ സൂക്ഷിപ്പുകാരിയാകുന്നു, അതായത് റെപ്പോസിറ്ററി ഓഫ് കൾച്ചർ, അതുപോലെ ഫോക്ലോർ എങ്ങനെ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അടയാളപ്പെടുത്തലാകുന്നു എന്നും, അതുപോലെ അതിന്റെ ഒപ്പം ഇന്ത്യയിലെ എന്താ പറയാ നാടോടി ചിത്രകലകള്, ഫോക്ക് പെയിന്റിങ്സ് കഥ പറയുന്ന ദൃശ്യരൂപങ്ങളായിട്ട് മാറുന്നത് എങ്ങനെയാണെന്നും ഒക്കെയാണ് ഇതിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ എക്സാമിന് ഇതിലെ ഫോക്ക് ലാംഗ്വേജ് ആസ് എ റെപ്പോസിറ്ററി ഓഫ് കൾച്ചർ, അതുപോലെ മധുബാനി ആൻഡ് വാർലി പെയിന്റിങ്സ് ആസ് വിഷ്വൽ നരേറ്റീവ്സ്, ഇതൊക്കെയാണ് എപ്പോഴും ചോദിക്കാറുള്ളത് കേട്ടോ. ഇനി യൂണിറ്റ് 1 നോക്കുകയാണെങ്കിൽ ഫോക്ക് ലാംഗ്വേജ് ആസ് എ റെപ്പോസിറ്ററി ഓഫ് കൾച്ചർ. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര് തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ സംസാരിക്കുന്ന നാടോടി ഭാഷ അഥവാ അവരുടെ ആ ഒരു ഉപഭാഷകളെയാണ് ഫോക്ക് ലാംഗ്വേജ് ഓർ ഡയലക്ട്സ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ സ്റ്റോർ ഹൗസ് ഓഫ് ഹെറിറ്റേജ്. നാടോടി ഭാഷ എന്നത് വെറും ഒരു ആശയവിനിമയ ഉപാധിയല്ല, അതൊരു ജനതയുടെ ചരിത്രം, ആചാരങ്ങള്, വിശ്വാസങ്ങള്, കൂട്ടായ ഓർമ്മകൾ, ഇതൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വലിയ സൂക്ഷിപ്പുകാരിയാണ്. റെപ്പോസിറ്ററി ഓർ എന്താണ് സ്റ്റോർ ഹൗസ് ഓഫ് കൾച്ചർ. ഓക്കെ, ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി. ഔദ്യോഗിക ഭാഷ വ്യാകരണങ്ങൾക്കുള്ളിൽ ഒതുങ്ങാതെ പഴഞ്ചൊല്ലുകള്, പ്രോവേർബ്സ്, കടങ്കഥകള്, തനത് നാടൻ പാട്ടുകള്, ഇതൊക്കെ എന്താ പറയാ നാടോടി ഭാഷയിലാണ് നിലനിൽക്കുന്നത്. തലമുറകളായിട്ട് പാരമ്പര്യങ്ങളെ ഒരു കോട്ടവും തട്ടാതെ കൈമാറാൻ ഈ ഒരു തനത് ഭാഷകൾ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി യൂണിറ്റ് 2 വരുന്നത് ഫോക്ലോർ ആസ് എൻ എക്സ്പ്രഷൻ ഓഫ് എക്സിസ്റ്റൻസ്. ഫോക്ലോർ എങ്ങനെയാണ് മനുഷ്യന്റെ ആ ഒരു അസ്തിത്വത്തിന്റെയും നിലനിൽപ്പിന്റെയും ഒക്കെ ഹ്യൂമൻ എക്സിസ്റ്റൻസിന്റെ ഒക്കെ അടയാളപ്പെടുത്തലാകുന്നത് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റ് വരുന്നത്. റിഫ്ലക്റ്റിംഗ് പീപ്പിൾസ് വേ ഓഫ് ലൈഫ്. സാധാരണ മനുഷ്യർ ചെയ്യുന്ന തൊഴിലുകൾ, ഒക്യുപ്പേഷൻസ്, അതുപോലെ അവരുടെ കൃഷി രീതികള്, അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഉത്സവങ്ങള്, ഫെസ്റ്റിവൽസ്, അതുപോലെ അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പ്രത്യാശകളും എല്ലാം നാടോടി കഥകളിലൂടെ അതുപോലെ പാട്ടുകളിലൂടെയൊക്കെ പുറത്തു വരുന്നുണ്ട്. ഓക്കെ, സ്ട്രെങ്തനിങ് ഐഡന്റിറ്റി. ഇത് വെറും ഒരു കലാരൂപം മാത്രമല്ല, പകരം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് തങ്ങൾ ഈ മണ്ണിൽ ജീവിക്കുന്നവരാണെന്നുള്ള ആ ഒരു ഐഡന്റിറ്റി ബോധം, ആ ഒരു അസ്തിത്വ ബോധവും കൂട്ടായ്മയും, അതായത് സ്ട്രെങ്തൻസ് കമ്മ്യൂണിറ്റി ബോൺസ് നൽകാൻ ഇത് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രകൃതിയുമായിട്ടുള്ള അവരുടെ ബന്ധവും ഇതിലൂടെ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. ഓക്കെ, ഇനി യൂണിറ്റ് 3 വരുന്നത് ഫോക്ക് പെയിന്റിങ്സ്, വിഷ്വൽ നരേറ്റീവ്സ്.
വാമൊഴി സാഹിത്യം പോലെ തന്നെ അതീവ പ്രാധാന്യമുള്ള ഇന്ത്യയിലെ തനതായിട്ടുള്ള നാടോടി ചിത്രകലാ പാരമ്പര്യങ്ങളെ കുറിച്ചിട്ടാണ് ഫോക്ക് പെയിന്റിംഗ് ട്രഡീഷൻസിനെ പറ്റിയിട്ടാണ് ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ്. നാടോടി ചിത്രങ്ങൾ എന്നാൽ വെറും ഒരു അലങ്കാരമോ ഡെക്കറേഷനോ ഒന്നല്ല. അവ വരികളിലൂടെയും നിറങ്ങളിലൂടെയും കഥ പറയുന്ന അതീവ ശക്തമായിട്ടുള്ള വിഷ്വൽ നരേറ്റീവ്സ് ആണ്, ദൃശ്യരൂപങ്ങളാണ്. പുരാണങ്ങള്, പ്രകൃതി, മൃഗങ്ങള്, ഉത്സവങ്ങള്, ഗ്രാമീണ ജീവിതം എന്നിവയൊക്കെയാണ് ഇതിലെ പ്രധാനമായിട്ട് വരുന്ന സബ്ജക്ട്സ്, ടോപ്പിക്സ്. ഓക്കെ. മേജർ പെയിന്റിംഗ് ട്രഡീഷൻസ്, പ്രധാന ചിത്രകലാ പാരമ്പര്യങ്ങൾ. എക്സാമിന് പ്രധാനമായിട്ടുള്ള ഒരു പ്രാധാന്യമുള്ള ഒരു ഭാഗം തന്നെയാണ് കേട്ടോ ഇത്. ഓക്കെ. മധുബാനി പെയിന്റിംഗ്. ബീഹാറിലെ മിഥിലിയിൽ നിന്നുള്ള ഈ ഒരു ചിത്രകലയിൽ പ്രകൃതി ദൃശ്യങ്ങളും പുരാണ കഥാപാത്രങ്ങളും തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു ജ്യാമിതീയ പാറ്റേണുകളിലാണ് വരയ്ക്കുന്നത്. ഓക്കെ. അടുത്തത് വാർലി പെയിന്റിംഗ്. മഹാരാഷ്ട്രയിലെ വാർലി ഗോത്ര വിഭാഗത്തിന്റെ ലളിതവും മനോഹരവുമായിട്ടുള്ള ഒരു ചിത്രകലയാണത്. വട്ടങ്ങളും ത്രികോണങ്ങളും വരകളും ഉപയോഗിച്ച് മനുഷ്യന്റെ നൃത്തവും ഗ്രാമീണ ജീവിതവും ഒക്കെയാണ് ഇതിൽ വരച്ചു കാട്ടുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളെ 7th 6th ആ ഒരു ക്ലാസ്സിലെ 8th ക്ലാസ്സുകളിലെ സോഷ്യലിലൊക്കെ ഇതിന്റെ പിക്ചേഴ്സ് ഒക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അടുത്തത് പട്ടച്ചിത്ര. അതായത് ഒഡീഷയിലെയും ബംഗാളിലെയും ഒക്കെ തുണികളിൽ വരയ്ക്കുന്ന അതീവ സങ്കീർണമായിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പുരാണ ചിത്രങ്ങളാണ് ഈ ഒരു പട്ടചിത്ര എന്ന് പറയുന്നത്. അടുത്തത് കലങ്കാരി. ഇത് എന്താ പറയാ, പ്രകൃതിദത്ത ചായങ്ങൾ ഉപയോഗിച്ച് ആന്ധ്രാപ്രദേശില് തുണിയിൽ പേന കൊണ്ട് വരയ്ക്കുന്ന ഒരു തനത് ശൈലിയാണ് ഈ ഒരു കലങ്കാരി എന്ന് പറയുന്നത്. അടുത്തത് ഫാഡ് പെയിന്റിങ്, PHAD പെയിന്റിങ്. രാജസ്ഥാനിലെ വലിയ ക്യാൻവാസിൽ ദൈവങ്ങളുടെയും വീരന്മാരുടെയും ഒക്കെ കഥകൾ വരയ്ക്കുന്ന ഒരു എന്താ പറയുക സ്ക്രോൾ പെയിന്റിംഗ് ആണ് ഈ ഒരു ഫാഡ് പെയിന്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയാണ് ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് ഈ ഒരു 3 യൂണിറ്റിലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 3 വരുന്നത് ഫോക്ക് ലിറ്ററേച്ചർ, സോഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ഫങ്ഷൻസ്. നാടോടി സാഹിത്യത്തിന്റെ ഉത്ഭവ ആ ഒരു സ്രോതസ്, സോഴ്സ്, അതിന്റെ സവിശേഷതകൾ, അതിന്റെ എന്താ പറയാ, അതിന്റെ ക്ലാസിഫിക്കേഷൻസ്, ഒപ്പം സമൂഹത്തിൽ അത് നിർവഹിക്കുന്ന വലിയ വലിയ ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാൻ പോകുന്നത്. നാടൻ പാട്ടുകൾ മുതൽ മിത്തുകൾ, ഐതിഹ്യങ്ങൾ, കടങ്കഥകൾ എന്നിവയുടെ വ്യത്യാസങ്ങളും അതുപോലെ ആധുനിക കാലത്ത് ഇവയെ എങ്ങനെ ഡിജിറ്റൽ ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യാം എന്ന് നമ്മൾ ഇതിൽ യൂണിറ്റ് വൈസ് ആയിട്ട് തന്നെ സിമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ യൂണിറ്റ് 1 വരുന്നത് ഫോക്ക് നരേറ്റീവ്സ്, പോംസ് ആൻഡ് ഫോക്ക് സോങ്സ്. വാമൊഴി സാഹിത്യത്തിലെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള 2 രൂപങ്ങളാണ് നാടോടി ആഖ്യാന കവിതകൾ, അതായത് നറേറ്റീവ് പോയിംസും അതുപോലെ നാടൻ പാട്ടുകൾ, ഫോക്ക് സോങ്സും. ദ റിതമിക് ക്രോണിക്കിൾസ്, യുദ്ധവീരന്മാരുടെ കഥകള്, അതുപോലെ പ്രണയം, അതുപോലെ വംശീയ ചരിത്രങ്ങള്, വിളവെടുപ്പ് ഉത്സവങ്ങള് എന്നിവ ഈ ഒരു പാട്ടുകളിലൂടെയാണ് തലമുറകളിലേക്ക് കൈമാറുന്നത്. കോർ ക്യാരക്ടറിസ്റ്റിക്സ്, ഇത് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. സോ അത് പോയിന്റ് ആക്കിയിട്ട് തന്നെ പഠിച്ചു വെക്കുക, അത് എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ഓറൽ ട്രഡീഷൻ, പൂർണ്ണമായിട്ടും വാമൊഴിയായി മാത്രം നിലനിൽക്കുന്ന ഒന്നാണത്. ഓക്കെ. അടുത്തത് സിമ്പിൾ ലാംഗ്വേജ്, സാധാരണക്കാരന്റെ സിമ്പിൾ ആയിട്ടുള്ള അതീവ ലളിതമായിട്ടുള്ള ഭാഷാ ശൈലിയാണ് ഉള്ളത്. അടുത്തത് മ്യൂസിക്കൽ ആൻഡ് റിതമിക്, പാടാനും ഓർത്തു വെക്കാനും എളുപ്പമുള്ള ഈണവും താളവും ആയിരിക്കും അതിനുണ്ടാവുക. ഓക്കെ. നമ്മൾ ഒരു നാടോടിപ്പാട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി, നമുക്ക് തന്നെ അതിന്റെ ഓരോന്നും ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് തന്നെ എഴുതാൻ പറ്റും അല്ലെ. പിന്നെ അതുപോലെ കളക്റ്റീവ് ഓതർഷിപ്പ്, ഇതിലൊരു പ്രത്യേക എഴുത്തുകാരനില്ല, അതൊരു കമ്മ്യൂണിറ്റിയുടെ ഒന്നിച്ചിട്ടുള്ള ഒരു സൃഷ്ടിയാണ്. ഓക്കെ. അതിനൊരു ഓതർ ഉണ്ടാവില്ല, അതെന്താണ്, ഒരു കമ്മ്യൂണിറ്റിയുടെ തന്നെ ഒരു സൃഷ്ടിയായിരിക്കും അത്. ഇനി യൂണിറ്റ് 2 വരുന്നത് മിത്സ്, ലെജൻഡ്സ് ആൻഡ് ടെയിൽസ്. നാടോടി കഥാലോകത്തെ 3 വ്യത്യസ്ത വർഗീകരണങ്ങളാണ്, ക്ലാസിഫിക്കേഷൻസ് ആണ് ഈ ഒരു യൂണിറ്റ് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. ഒന്ന് മിത്സ് പറയുകയാണെങ്കിൽ പുരാണ വൃത്തങ്ങൾ, പ്രപഞ്ചത്തിന്റെ ഉദ്ഭവം, അതുപോലെ ദൈവങ്ങള്, പ്രകൃതി പ്രതിഭാസങ്ങൾ, അതായത് മഴ, ഇടിമിന്നല് കാര്യങ്ങളൊക്കെ എന്നിവയെ വിശദീകരിക്കുന്ന അതീവ ആത്മീയവും വിശുദ്ധവുമായിട്ടുള്ള ഒരു സാക്രഡ് ആയിട്ടുള്ള കഥകളാണ് ഇതെന്ന് പറയുന്നത് മിത്സ്. ഇനി ലെജൻഡ്സ് നോക്കുകയാണെങ്കിൽ, ഐതിഹ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു നടന്ന സംഭവത്തെയോ അടിസ്ഥാനമാക്കിയിട്ട് അതിലേക്ക് വലിയ രീതിയിൽ ഭാവനയും അതുപോലെ തന്നെ സൂപ്പർ നാച്ചുറൽ തിങ്സും ഒക്കെ, അതായത് അമാനുഷികതയും ഒക്കെ കൂട്ടിച്ചേർത്ത് പറയുന്ന കഥകളാണ് ഇത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തച്ചോളി ഒതേനൻ അല്ലെങ്കിൽ കായംകുളം കൊച്ചിന്നിയുടെ ഒക്കെ കഥകൾ. ഇനി അടുത്തത് ഫോക്ക് ടെയിൽസ്, നാടോടി കഥകൾ. തികച്ചും സാങ്കല്പികമായിട്ടുള്ള, അതായത് ഫിക്ഷണൽ ആയിരിക്കും,
അതുപോലെ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ രസിപ്പിക്കാനും ഒപ്പം വലിയ എന്താ പറയാ മോറൽ ലെസൺസ് തരാനും ഒക്കെ പഠിപ്പിക്കാനും ഒക്കെ വേണ്ടി പറയുന്ന കഥകളാണ് ഇത്. ധാർമ്മിക ഗുണപാഠങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറീസ്. എക്സാമ്പിൾ വേണമെങ്കിൽ പറയാൻ പറ്റുക എന്താ പറയാ പന്തിരുകുലം അല്ലെങ്കിൽ പ്രപഞ്ചതന്ത്രം കഥകൾ, അങ്ങനെ പല കഥകളും ഉണ്ട്. ഓരോ ഏരിയ മാറുന്നതിനനുസരിച്ചിട്ട് അതിന്റെ പേരും എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. ഇനി യൂണിറ്റ് 3 വരുന്നത് പ്രോവേർബ്സ്, റിഡിൽസ് ആൻഡ് സ്പീച്ച്. ഓക്കെ, ഒരു ജനതയുടെ പ്രായോഗിക ബുദ്ധിയും നിരീക്ഷണ പാഠവും പുറത്തു കൊണ്ടുവരുന്ന ഒരു ലഘുരൂപങ്ങളാണ് ഇതെന്ന് പറയുന്നത്. പ്രോവേർബ്സ്, പഴഞ്ചൊല്ലുകൾ, ചുരുങ്ങിയ വാക്കുകളിൽ വലിയ ജീവിത സത്യങ്ങളും അതുപോലെ തന്നെ പ്രായോഗിക ജ്ഞാനവും, അതായത് പ്രാക്ടിക്കൽ വിസ്ഡം ഒക്കെ, അതുപോലെ എന്താണ് ധാർമ്മിക പാഠങ്ങളും ഒക്കെ അടക്കി വെച്ചിരിക്കുന്ന ഒരു വചനങ്ങളാണിവ. നമുക്കറിയില്ലേ പഴയ പഴഞ്ചൊല്ലും, ഒരു പഴഞ്ചൊല്ലിനൊന്ന് എന്താ പറയാ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും. അതാണ് അവിടെ പറയുന്നത്. കുറച്ച് വരികളിലായിട്ട് വലിയ കാര്യങ്ങൾ അതിൽ ഉണ്ടാവും. അടുത്തത് റിഡിൽസ്, കടങ്കഥകൾ, മനുഷ്യന്റെ ബുദ്ധിയെയും ഭാവനയെയും ഉണർത്തുന്ന, ചിന്താശേഷി വളർത്തുന്ന, ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ കൂട്ടുന്ന കുസൃതി ചോദ്യങ്ങളാണ് ഇവ. കൂടാതെ അനുഷ്ഠാന പ്രാർത്ഥനകള്, അതുപോലെ എന്താ പറയാ ശാപവചനങ്ങള്, മന്ത്രങ്ങള്, ചാൻസ്, ഇതൊക്കെ ഈ ഒരു ഫോക്ക് സ്പീച്ചിന്റെ ഭാഗമാണ്. ഓക്കെ, അടുത്തത് യൂണിറ്റ് 4 and 5 വരുന്നത് ആർക്കൈവിംഗ്, ഡോക്യുമെന്റേഷൻ ആൻഡ് മോഡേൺ അഡാപ്റ്റേഷൻ. മാറുന്ന ഈ ഒരു ആധുനിക ലോകത്ത് ഫോക്ലോർ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്, ചലഞ്ചാണ്, അവയുടെ പുതിയ രൂപങ്ങളുമാണ് ഈ ഒരു എന്താ പറയാ അവസാന ഭാഗങ്ങളിൽ പറയുന്നത്. ഓക്കെ, ആർക്കൈവിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. പുതിയ തലമുറ നഗരങ്ങളിലേക്ക് മാറുകയും വാമൊഴി പാരമ്പര്യങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ അവയെ ഓഡിയോ വീഡിയോ റെക്കോർഡുകളിലും അതുപോലെ ഫോട്ടോഗ്രാഫുകളിലൂടെയും ഡിജിറ്റൽ മീഡിയയിലൂടെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ആധുനിക ടെക്നോളജി ഇന്ന് ഫോക്ലോർ വംശനാശം വരാതെ സൂക്ഷിക്കാൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് ഇത് നശിച്ചു പോരുതെന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, സൂക്ഷിക്കുന്നത്, ഡിജിറ്റലി സൂക്ഷിക്കുക. ഇനി മോഡേൺ അഡാപ്റ്റേഷൻ. നാടോടി സാഹിത്യം ഇന്ന് അവസാനിച്ചു പോയിട്ടില്ല. പകരം അതെന്താണ്, ആധുനിക നോവലുകളിലും നാടകങ്ങളിലും തിയേറ്ററിലും അതുപോലെ സിനിമയിലും ഒക്കെ വലിയ രീതിയിൽ പുനർജനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പരമ്പരാഗതമായിട്ടുള്ള ശൈലികളെ കടമെടുത്ത് സമകാലിക സമൂഹത്തിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്നത്തെ കലാകാരന്മാർക്ക് ഫോക്ലോറിനെ അതീവ ഫലപ്രദമായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മുൻകാല സംസ്കാരത്തെ ഇന്നത്തെ വർത്തമാന കാലവുമായിട്ട് പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കണക്ഷന് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയാണ് ബ്ലോക്ക് 3 നമുക്ക് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 4 വരുന്നത് ഫോക്ക് ടെയിൽസ് ഓഫ് ഇന്ത്യ, മോട്ടീവ്സ്, മോഡ്സ് ആൻഡ് മോർസ്. ഇന്ത്യയിലെ വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ള പ്രശസ്തരായിട്ടുള്ള നരവംശ ശാസ്ത്രജ്ഞരും അതായത് ആന്ത്രോപോളജിസ്റ്റ്, എഴുത്തുകാരും ശേഖരിച്ചിട്ടുള്ള നാടോടി കഥകളും അവരുടെ ആ ഒരു ഗോത്രവർഗ മിത്തുകളുമാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, AK രാമാനുജന്റെ ക്ലാസിക് ശേഖരങ്ങളായി മുതൽ എന്താ പറയാ വെരിയർ എൽവിന്റെ മധ്യേന്ത്യൻ എന്താ പറയാ ഗോത്രമിത്തുകളും, മാമങ് ദായിയുടെ എന്താ പറയാ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഇതിഹാസങ്ങളും ഒക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് ഫസ്റ്റത്തെ യൂണിറ്റ് നോക്കാം. AK രാമാനുജൻ, ഫോക്ക് ടെയിൽസ് ഫ്രം ഇന്ത്യ. ഇന്ത്യൻ വിവർത്തന ശാഖയിലെ ഫോക്ലോർ പഠനത്തിലെയും ഇതിഹാസമായിട്ടുള്ള AK രാമാനുജൻ ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ നിന്നും പ്രാദേശിക സംസ്കാരങ്ങളിൽ നിന്നും ഒക്കെ ശേഖരിച്ചിട്ടുള്ള വിഖ്യാതമായിട്ടുള്ള നാടോടി കഥകളുടെ ഒരു സംഹാരമാണിത്. ഈ സമാഹാരത്തിലെ കഥകൾ ഏതെങ്കിലും ഒരു പ്രത്യേക ദേശത്ത് ഒതുങ്ങുന്ന ഒരു സംഭവമല്ല. പകരം തമിഴ്, കന്നഡ, തെലുങ്ക്, ബംഗാള്, അതുപോലെ പഞ്ചാബി തുടങ്ങിയിട്ടുള്ള 20ലധികം ഭാഷാ പാരമ്പര്യങ്ങളെ വാമൊഴി കഥകളെയാണ് രാമാനുജൻ ഇതിൽ കോർത്തിണക്കിയിട്ടുള്ളത്. കഥകളുടെ ഘടനയെ പ്രധാനമായിട്ടും 3 തലങ്ങളിലായിട്ടാണ് അദ്ദേഹം തരംതിരിക്കുന്നത്. ഒന്ന് ഡൊമസ്റ്റിക് ടെയിൽസ്, അതായത് കുടുംബ പാശ്ചാത്തലമുള്ള കഥകൾ, അമ്മായിയമ്മ മരുമകൾ പോരുകൾ, അതുപോലെ വിശ്വസ്തരായിട്ടുള്ള ഭാര്യമാര്, മടിയന്മാരായിട്ടുള്ള ഭർത്താക്കന്മാര്, കുടുംബത്തിനുള്ളിലെ സ്നേഹവും വഞ്ചനകളും ചർച്ച ചെയ്യുന്ന കഥകള്. ഇവ സാധാരണ മനുഷ്യന്റെ ദൈനംദിന കുടുംബ ജീവിതത്തെ അതീവ എന്താ പറയാ ഹ്യൂമർ വെച്ചിട്ട് ഹാസ്യാത്മകമായിട്ട് വരച്ചു കാട്ടുന്നു. അടുത്തത് ട്രിക്സ്റ്റർ ടെയിൽസ്, അതായത് കൗശലക്കാരുടെ കഥകൾ, അതായത് ശാരീരിക ബലമില്ലെങ്കിലും ബുദ്ധിശക്തിയും സൂത്രങ്ങളും ഉപയോഗിച്ചിട്ട് വലിയ രാജാക്കന്മാരെയും ക്രൂരന്മാരായിട്ടുള്ള ജന്മിമാരെയും ഒക്കെ അതുപോലെ വന്യമൃഗങ്ങളെയും ഒക്കെ തോൽപ്പിക്കുന്ന സാധാരണക്കാരായിട്ട് മനുഷ്യന്മാരുടെയും ഒക്കെ മൃഗങ്ങളുടെയും ഒക്കെ കഥകൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ കുറുക്കന്റെയും മറ്റേ എന്താ പറയാ തെന്നാലിരാമന്റെയും ഒക്കെ ആ ഒരു സൂത്രം കഥകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങൾ, സൂത്രങ്ങൾ.
ഇത് എന്താ പറയാ വരേണ്യവർഗത്തിന് മേൽ സാധാരണക്കാര് നടത്തുന്ന ബുദ്ധിപരമായിട്ടുള്ള വിജയത്തെയാണ് കാണിക്കുന്നത്. അടുത്തത് സൂപ്പർ നാച്ചുറൽ ആൻഡ് റോയൽ ടെയിൽസ്. രാജാക്കന്മാരുടെയും അമാനുഷികരുടെയും ഒക്കെ കഥകൾ. വിചിത്ര മൃഗങ്ങൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ യക്ഷികളും ദൈവങ്ങളും മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ ഇറങ്ങി വരുന്ന കഥകൾ, അല്ലെങ്കിൽ ശാപങ്ങളും വരങ്ങളും നിറഞ്ഞിട്ടുള്ള സ്റ്റോറീസ്. ഇതിലൂടെ എന്താ പറയാ വിവേകശൂന്യരായിട്ടുള്ള രാജാക്കന്മാരുടെ പതനവും അതുപോലെ നീതിബോധമുള്ള സാധാരണക്കാരുടെ ഉയർച്ചയും ഒക്കെയാണ് തീമായിട്ട് വരുന്നത്. അടുത്തത് ദ മെറ്റഫർ. രാമാനുജൻ ഈ ഒരു കഥകളിലൂടെ സമർത്ഥിക്കുന്നത് ഇന്ത്യയിലെ ഭാഷകളും വേഷങ്ങളും അതുപോലെ മാറിയാലും മനുഷ്യന്റെ അടിസ്ഥാന വികാരങ്ങളായിട്ടുള്ള വിശപ്പ്, സ്നേഹം, കാരുണ്യം, അതുപോലെ കുതന്ത്രങ്ങള്, നീതിബോധം, ഇതെല്ലാം എന്താണ് ഒന്നാണെന്നാണ് പറയുന്നത്. ഇനി യൂണിറ്റ് 2 വരുന്നത് വാരിയർ എൽവിൻ വെൻ ദ വേൾഡ് വാസ് യങ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള പ്രശസ്ത എന്താ പറയാ ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള വെരിയർ എൽവിന് ഇന്ത്യയിലെ വിവിധ ഗോത്രവർഗക്കാർക്കിടയിൽ ജീവിച്ച് അവരുടെ ഈ ഒരു വാമൊഴി മിത്തുകൾ ശേഖരിച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള അതീവ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത്. ഓക്കെ, ലോകം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ ഇല്ലാതിരുന്ന കാലത്ത് ഗോത്രവർഗക്കാരായിട്ടുള്ള മനുഷ്യര് തങ്ങളുടെ അതിശയകരമായിട്ടുള്ള ഭാവനയിലൂടെ, ഇമാജിനേഷനിലൂടെ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു ഒറിജിൻ മിത്സ് ആണ്. അതായത് എന്താ പറയാ ഉത്ഭവ കഥകളാണ് ഈ ഒരു പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 4 ഭാഗങ്ങളാണ് ആയിട്ടാണ് ഈ ഒരു കഥാഗതികളെ തിരിക്കാൻ പറ്റുന്നത്. ഒന്ന്, ദ ക്രിയേഷൻ ഓഫ് എർത്ത് ആൻഡ് സ്കൈ. ഭൂമിയുടെയും ആകാശത്തിന്റെയും ഉത്ഭവം. ഓക്കെ, ഒറിജിൻ. തുടക്കത്തിൽ പ്രപഞ്ചം മുഴുവൻ വെള്ളമായിരുന്നു എന്നും പിന്നീട് ഭീമാകാരനായിട്ടുള്ള ഒരു ആമയുടെ പുറത്താണ് ഭൂമി നിർമ്മിക്കപ്പെട്ടതെന്നും ഗോത്രവർഗക്കാര് വിശ്വസിക്കുന്നുണ്ട്. ആകാശവും ഭൂമിയും പണ്ട് ഒന്നിച്ച് തൊട്ടുരുമിയാണ് കിടന്നിരുന്നതെന്നും മനുഷ്യർക്ക് നിവർന്നു നിൽക്കാൻ സ്ഥലം ഇല്ലാതിരുന്നപ്പോൾ ഒരു വൃദ്ധൻ തന്റെ ചൂലുകൊണ്ട് തള്ളി ആകാശത്തെ മുകളിലേക്ക് മാറ്റിയതാണെന്നും ഒക്കെയുള്ള അതീവ നിഷ്കളങ്കവും ഒരു ഭയങ്കര ഇമാജിനേഷൻ വെച്ചിട്ടുള്ള കഥകളൊക്കെ ഇതിലുണ്ടായിരുന്നു. ഓക്കെ, ദ ഒറിജിൻ ഓഫ് ഫയർ ആൻഡ് വാട്ടർ. തീയുടെയും വെള്ളത്തിന്റെയും സ്റ്റോറീസ്. മനുഷ്യൻ എങ്ങനെയാണ് തീ കണ്ടെത്തുന്നത് എന്ന് ഇതിൽ വിവരിക്കുന്നുണ്ട്. കാട്ടുതീ കാണുന്ന മനുഷ്യര് അത് കാത്തു സൂക്ഷിക്കുന്നതും പ്രകൃതിയിലെ ജലാശയങ്ങള് ദൈവങ്ങൾ മനുഷ്യന് സമ്മാനിച്ചിട്ടുള്ളതാണെന്നൊക്കെ വരുന്ന സ്റ്റോറീസ്. അടുത്തത് ദ ആനിമൽ കിങ്ഡം. മൃഗങ്ങളുടെ കഥകൾ. കടുവയ്ക്ക് എങ്ങനെയാണ് ശരീരത്തിൽ വരകൾ ഉണ്ടായത്, കുരങ്ങന്മാരെങ്ങനെ മനുഷ്യനിൽ നിന്നും മാറി കാട്ടിലേക്ക് പോയി, മയിലിന് എങ്ങനെയാണ് ഇത്രയും മനോഹരമായിട്ടുള്ള പീലി ലഭിച്ചത് തുടങ്ങിയിട്ടുള്ള കഥകളിലൂടെ മൃഗങ്ങളെ തങ്ങളുടെ സഹോദരങ്ങളെയായാണ് ഗോത്രവർഗക്കാര് കാണുന്നത്. അടുത്തത് ദ എക്കോളജിക്കൽ ബാലൻസ്. ഈ കഥകളുടെ എല്ലാം എന്താ പറയാ ആത്യന്തികമായിട്ടുള്ള പ്ലോട്ട് എന്നുള്ളത് മനുഷ്യന് പ്രകൃതിയുടെ യജമാനനല്ല, മറിച്ച് കാടിന്റെയും പ്രകൃതിയുടെയും ഒരു ചെറിയ ഭാഗം മാത്രമാണെന്നും അവയോട് ഇണങ്ങി ജീവിച്ചാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നുള്ളതൊക്കെ അതൊക്കെ ആയിട്ടുള്ള ഒരു വലിയ പരിസ്ഥിതി ബോധമാണ്, ഒരു ഹാർമണി വിത്ത് നേച്ചർ ആണ് നമുക്ക് തരുന്നത്. ഇനി യൂണിറ്റ് 3 വരുന്നത് മിത്സ് ഓഫ് മിഡിൽ ഇന്ത്യ ബൈ വാരിയർ എൽവിന്. ഓക്കെ, അദ്ദേഹം തന്നെ അതീവ ഗൗരവമുള്ള മറ്റൊരു എന്താ പറയാ ആന്ത്രോപോളജിസ്റ്റ് ഗവേഷണ ഗ്രന്ഥമാണ് ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, മധ്യ ഇന്ത്യയിൽ അതായത് സെൻട്രൽ ഇന്ത്യയിലെ എന്താ പറയാ ഗോത്രങ്ങളായിട്ടുള്ള ഗോണ്ട്, അതുപോലെ ബൈഗ, മുറിയ, സാന്താള് എന്നീ കമ്മ്യൂണിറ്റികളുടെ വിശുദ്ധ മിത്തുകളാണ് ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, രേഖപ്പെടുത്തിയിട്ടുള്ളത്. സോ രണ്ടാമത്തെ യൂണിറ്റിലെ കഥകളെക്കാൾ കൂടുതൽ ആചാരങ്ങൾക്കും മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന അതീവ കോംപ്ലക്സ് ആയിട്ടുള്ള മിത്തുകളാണ് ഇതിലുള്ളത്. ഇതിന്റെ പ്രധാന കഥാഘടനകൾ എന്ന് പറയുന്നത് താഴെ പറയുന്നതാണ്. ഒന്ന്, ദ ബർത്ത് ഓഫ് ട്രൈബ്സ്. ഗോത്രങ്ങളുടെ ജനനം. ഓരോ ഗോത്രവർഗവും തങ്ങൾ എങ്ങനെയാണ് ഭൂമിയിൽ ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് തങ്ങൾ കാട്ടിലെ വലിയൊരു വൃക്ഷത്തിന്റെ വേരുകളിൽ നിന്നും ദൈവത്താൽ നേരിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് ബൈഗ ഗോത്രം വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവര് ഭൂമിയെ അമ്മയായിട്ട് കാണുകയും വയൽ ഉഴുതുമറിച്ച് കൃഷി ചെയ്യാൻ മടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അമ്മയുടെ നെഞ്ച് കീറുന്നതിന് തുല്യമാണ് അവർക്ക് ഈ ഒരു കലപ്പ കൊണ്ട് നിലം ഉഴുതുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദ സോഴ്സ് ഓഫ് റിച്വൽസ് ആൻഡ് കസ്റ്റംസ്. ആചാരങ്ങളുടെ ആ ഒരു ഉറവിടം. ഓക്കെ, ഗോത്രങ്ങൾക്കിടയിലെ വിവാഹാചാരങ്ങള്, അതുപോലെ മരണാനന്തര കർമ്മങ്ങള്, മന്ത്രവാദങ്ങള്, തനത് നൃത്തങ്ങള് എന്നിവയ്ക്ക് പിന്നിലുള്ള കഥകൾ. ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് തങ്ങൾ എങ്ങനെയാണ് ഈ ആചാരങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് എന്നാണ് ഈ ഒരു മിത്തുകൾ വഴി അവർ സ്ഥാപിക്കുന്നത്. അടുത്തത് ഡിസീസ് ആൻഡ് ഡെത്ത്. രോഗങ്ങളും മരണവും. ലോകത്ത് എങ്ങനെയാണ് രോഗങ്ങളും മരണവും കടന്നു വന്നത് എന്ന് വിവരിക്കുന്ന കഥകളാണത്. പ്രകൃതിയിലെ അദൃശ്യ ശക്തികളുടെയോ അല്ലെങ്കിൽ കോപിച്ച ദൈവങ്ങളുടെയോ ഇടപെടലുകൾ കാരണമാണ് മരണം ഉണ്ടാകുന്നത് എന്നുള്ള ഒരു വിചിത്ര ഫാന്റസികളാണ് ഇതിലുള്ളത്. ഓക്കെ, ട്രൈബൽ വേൾഡ് വ്യൂ.
സെൻട്രൽ ഇന്ത്യൻ എന്താ പറയാ ആ ഒരു ഭാഗത്തുള്ള ഗോത്രങ്ങളുടെ തനതായിട്ടുള്ള ആ ഒരു ആത്മീയതയും അതുപോലെ വരേണ്യ ഹിന്ദു പാരമ്പര്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അവരുടെ സ്വതന്ത്രമായിട്ടുള്ള ലോകവീക്ഷണം ഇൻഡിജീനിയസ് വേൾഡ് വ്യൂ ആണ് ഈ ഒരു മിത്തുകളിലൂടെ എൽവിൻ അതീവ കൃത്യതയോടെ എന്താ പറയുന്നത് ഡോക്യുമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വരുന്നത് യൂണിറ്റ് 4 മനോജ് ദാസ് Tales told by Mystic and the Lady Who Died 1.5 Times. ഒറിയ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള മനോജ് ദാസിന്റെ അതീവ ഹൃദ്യമായിട്ടുള്ള ഫാന്റസിയും ആത്മീയതയും നിറഞ്ഞ കഥകളുടെ 2 സമാഹാരങ്ങളാണ് ഇതെന്ന് പറയുന്നത്. സോ ഞാൻ ഈ ഒരു ഇത് പറഞ്ഞു തരുന്നതിന്റെ കൂടെ നിങ്ങൾ ഇതിന്റെ നോട്ട്സ് notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് വെച്ചിട്ട് എന്താ പറയാ ഈ ക്ലാസ് കേൾക്കുന്നതോടൊപ്പം അത് വായിക്കും കൂടെ വേണം, എന്നാലേ എനിക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ കേട്ടോ. സോ പരമ്പരാഗത ഇന്ത്യൻ കഥപറച്ചിൽ ശൈലിയായിട്ടുള്ള കഥാസരിതാത്സകം അതുപോലെ പ്രപഞ്ചതന്ത്രം എന്നിവ കടമെടുത്തുകൊണ്ട് ആധുനിക മനുഷ്യന്റെ ആഭ്യന്തര പ്രശ്നങ്ങളെ എന്താ പറയാ ഹ്യൂമറിലൂടെയും മിസ്റ്ററിയിലൂടെയും ഒക്കെ മനോജ് ദാസ് ഇതിൽ അനാവരണം ചെയ്യുന്നുണ്ട്. ടെയിൽസ് ടോൾഡ് ബൈ മിസ്റ്റിക്സ്, ഋഷിമാർ പറഞ്ഞിട്ടുള്ള കഥകൾ. ഇന്ത്യയിലെ പഴയകാല സന്യാസിമാരും സൂഫികളും തങ്ങളുടെ ശിഷ്യന്മാരെ വലിയ തത്വങ്ങൾ പഠിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള കഥകളാണ് ഇത്. ഉദാഹരണത്തിന് ഒരു മനുഷ്യന് തന്റെ അഹങ്കാരം കാരണം എങ്ങനെയാണ് നാശത്തിലേക്ക് പോകുന്നത് എന്നുള്ളത്, അതുപോലെ ലളിതമായി ജീവിക്കുന്ന ദരിദ്രൻ എങ്ങനെയാണ് ആത്മീയമായിട്ടുള്ള സമാധാനം കണ്ടെത്തുന്നത് എന്നുള്ളത്, അതുപോലെ ഇതിലെ കഥാപാത്രങ്ങൾ കാട്ടിത്തരും. ഓക്കെ, ലൗകിക മോഹങ്ങളുടെ പൊള്ളത്തരാണ് ഇതിന്റെ ഒരു പ്രധാന പ്ലോട്ട് എന്ന് പറയുന്നത്. ദ ലേഡി ഹു ഡൈഡ് ഇൻ 1.5 ടൈംസ്, 1.5 തവണ മരിച്ച സ്ത്രീ. അതായത് അതീവ രസകരമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സോഷ്യൽ സറ്റയർ കഥയാണ് ഇത് എന്ന് പറയുന്നത്. ഒരു രാജകുടുംബത്തിലെ പ്രഭു മരിച്ച സമയത്ത് മരിച്ചു എന്ന് വിചാരിച്ച് എല്ലാവരും ദുഃഖിക്കുകയും പകുതി ശവസംസ്കാര ചടങ്ങുകളൊക്കെ നടത്തുകയും ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് ജീവനോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഓക്കെ, തുടർന്നുണ്ടാകുന്ന വിചിത്രമായിട്ടുള്ള സംഭവങ്ങളും അധികാരമോഹികളുടെ കപടതകളും ഒക്കെ അതീവ നർമ്മത്തോടെ കഥയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ദ ബ്ലെൻഡ്, മനോജ് ദാസിന്റെ കഥകളുടെ പ്രധാന പ്ലോട്ട് സവിശേഷത എന്ന് പറയുന്നത് അവയിൽ പ്രേതങ്ങളും യക്ഷികളും അതുപോലെ ഫാന്റസിയും ഒക്കെ കടന്നു വരുമെങ്കിലും അവയെല്ലാം ഒടുവിൽ വിരൽ ചൂണ്ടുക മനുഷ്യന്റെ സ്വഭാവ വൈകൃതങ്ങളിലേക്കും അതുപോലെ ആത്മീയമായിട്ടുള്ള ശുദ്ധീകരണത്തിലേക്കും ഒക്കെ ആയിരിക്കും, ഫിലോസഫിക്കൽ ആൻഡ് മോറൽ വാല്യൂസിലേക്ക്. ഓക്കെ, യൂണിറ്റ് 5 വരുന്നത് മാമാങ് ദായ് ദ ലെജൻഡ് ഓഫ് ബൻസാം. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള പ്രശസ്ത എഴുത്തുകാരായിട്ടുള്ള മാമാങ് ദായിയുടെ അതീവ മനോഹരമായിട്ടുള്ള ഒരു നാടോടി നോവലാണ് പെൻസാം. പെൻസാം എന്നാൽ അടിയോലകളുടെ ഇടയിലുള്ള സ്ഥലം, അതാ ഇടനാഴി. ഓക്കെ, ഇടനാഴി എന്നുള്ളത് ദ ഇൻ ബിറ്റ്വീൻ വേൾഡ് അല്ലെങ്കിൽ ക്യാൻ മീൻ ദ സ്പേസ് ബിറ്റ്വീൻ മിത്ത് ആൻഡ് റിയാലിറ്റി എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. സോ ഈ ഒരു നോവലിന് പരമ്പരാഗതമായിട്ടുള്ള ഒരൊറ്റ കഥാഗതിയോ അല്ലെങ്കിൽ ഒരു ഹീറോയോ ഒന്നുമില്ല. പകരം അരുണാചലിലെ ആദി എന്ന ഗോത്രവർഗത്തിന്റെ നിരവധി മിത്തുകളും കവിതാത്മകമായിട്ടുള്ള ഓർമ്മകളും അതുപോലെ ചരിത്ര സംഭവങ്ങളും പരസ്പരം നെയ്തെടുത്ത ഒരു വലിയൊരു ക്യാൻവാസ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ദ വേൾഡ് ഓഫ് ഹുയേൻ അതുപോലെ ആൻഡ് ലോസി. നോവലിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള ഹുയേനും ലോസി എന്നിവരിലൂടെയാണ് ഗോത്ര ഗ്രാമങ്ങളിലെ കഥകളൊക്കെ പുറത്തു വരുന്നത്. ഓക്കെ, കാടിനുള്ളിലെ അദൃശ്യരായിട്ടുള്ള ആത്മാക്കളുടെ കഥകൾ, അതുപോലെ കാട്ടുതീയുടെ ഭീകരതകള്, പർവ്വതങ്ങളിൽ താമസിക്കുന്ന ദൈവങ്ങൾ എന്നിവയെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. ദ മിത്ത് ഓഫ് ദി വാട്ടർ ഡോട്ടർ, നദിയിലെ വെള്ളത്തിൽ നിന്നും ജനിച്ച ഒരു വിചിത്ര കന്യകയെ കുറിച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗോത്ര മിത്ത് ഇതിൽ വിവരിക്കുന്നുണ്ട്. അവള് മനുഷ്യരായിട്ട് ബന്ധപ്പെടുകയും പിന്നീട് പ്രകൃതിയിലേക്ക് തന്നെ അപ്രത്യക്ഷമാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് ആദ്യ ഗോത്രത്തിന് നദികളോടുള്ള ആ ഒരു ആത്മീയ ബന്ധത്തെയാണ് കാണിക്കുന്നത്. ദ കോൺഫ്ലിക്റ്റ് വിത്ത് മോഡേണിറ്റി, നോവലിന്റെ അവസാന പ്ലോട്ടുകളിലേക്ക് കടക്കുമ്പോൾ ആധുനിക ലോകവും റോഡുകളും വികസനങ്ങളും ഈ ശാന്തമായിട്ടുള്ള ഗോത്ര ഗ്രാമങ്ങളിലേക്ക് കടന്നു വരുന്നു. പുതിയ കാലഘട്ടം വരുമ്പോൾ തങ്ങളുടെ പഴയകാല വാമൊഴി പാരമ്പര്യങ്ങളും കാടും ഒക്കെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആശങ്കയും വലിമുറുക്കവും ഒക്കെ നോവല് പങ്കുവെക്കുന്നുണ്ട്. അതായത് ഒരു കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ മിത്ത് ആൻഡ് റിയാലിറ്റി. ഓക്കെ, വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വർക്ക് കൂടിയാണ് ഇത്. ഇത്രയാണ് ബ്ലോക്ക് 4 ഫോക്ക് ടെയിൽസ് ഓഫ് ഇന്ത്യ മോട്ടീവ്സ് മോഡ്സ് ആൻഡ് മോസിൽ നമുക്ക് പഠിക്കാൻ വരുന്നത്. ബ്ലോക്ക് 5 വരുന്നത് ഫോക്ക് പോയട്രി. എഴുതപ്പെട്ട വലിയ കവിതകൾക്കപ്പുറം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ പാടി പതിപ്പിച്ച നാടോടി ഇതിഹാസങ്ങളെയും അതായത് ഓറൽ എപ്പിക്സിനെയും കാടിന്റെ മക്കളുടെ തനതായിട്ടുള്ള ഗോത്ര കവിതകളുടെയും ഇന്ത്യയുടെ മഹാ ഇതിഹാസമായിട്ടുള്ള രാമായണത്തിന് ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിട്ടുള്ള വൈവിധ്യമാർന്ന വാമൊഴി രൂപങ്ങളെയും കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ പഠിക്കുന്നത്. ഓക്കെ, യൂണിറ്റ് 1 വരുന്നത് സ്റ്റാർട്ട് എച്ച് ബ്ലാക്ക്ബൺ
ഓറൽ എപ്പിക്സ് ഇൻ ഇന്ത്യ. പ്രശസ്ത ഫോക്ലോർ പണ്ഡിതരായിട്ടുള്ള സ്റ്റുവർട്ട് ബ്ലോക്ക്ബേണിന്റെ ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് ജനങ്ങൾ വാമൊഴിയായിട്ട് പാടി നടക്കുന്ന ഈ നാടോടി ഇതിഹാസങ്ങളെ കുറിച്ച് ഓറൽ എപ്പിക്സിനെ പറ്റിയിട്ട് നടത്തിയിട്ടുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനമാണ് ഇത്. ഓക്കെ. സോ ലിഖിത രൂപങ്ങളുള്ള വ്യാസഭാരതത്തിൽ നിന്നോ അല്ലെങ്കിൽ വാൽമീകി രാമായണത്തിൽ നിന്നോ തികച്ചും വ്യത്യസ്തമായിട്ട് സാധാരണക്കാരായ ഗ്രാമീണർ തങ്ങളുടെ പ്രാദേശിക വീരന്മാരെയും അതുപോലെ ദൈവങ്ങളെയും കുറിച്ച് നിർമ്മിച്ചെടുത്തിട്ടുള്ള ഇതിഹാസങ്ങളെയാണ് ബ്ലാക്ക്ബേൺ ഇതിൽ വിശകലനം ചെയ്യുന്നത്. ഇതിന്റെ പ്രധാന ഘടകങ്ങളാണ് നമ്മൾ താഴെ പറയുന്നത്. ഓക്കെ. ദ ലോക്കൽ ഹീറോസ് ആൻഡ് ഡയറ്റീസ്, അതായത് പ്രാദേശിക വീരന്മാർ. ഈ ഇതിഹാസങ്ങളിലെ നായകന്മാര് ആകാശത്ത് നിന്നും ഇറങ്ങി വന്ന ദൈവങ്ങളല്ല, മറിച്ചിട്ടോ സാധാരണക്കാരായി ജീവിച്ച് മൃഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കള്ളന്മാരിൽ നിന്നോ ഒക്കെ തങ്ങളുടെ ഗ്രാമത്തെയും അതുപോലെ കന്നുകാലികളെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോരാടി മരിച്ച വീരന്മാരോ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥക്കെതിരെ പോരാടിയിട്ടുള്ള രക്തസാക്ഷികളോ ഒക്കെയാണ്. എക്സാമ്പിൾ നമ്മളെ ഉത്തരേന്ത്യയിലെ പബൂജി, അതുപോലെ ദക്ഷിണേന്ത്യയിലെ തെയ്യം, തിറ, കഥകള് അല്ലെങ്കിൽ വില്ലുപാട്ടിലെ കഥാപാത്രങ്ങൾ, ഇതൊക്കെ നമുക്ക് എടുക്കാം. ഇവരുടെ മരണശേഷം ഗ്രാമീണർ ഇവരെ ദൈവങ്ങളായിട്ട് ആരാധിക്കാൻ തുടങ്ങി. ഓക്കെ. ദ പെർഫോമൻസ് കോണ്ടെക്സ്റ്റ്, അവതരണ പശ്ചാത്തലമാണ് കേട്ടോ. ഈ കവിതകൾ കേവലം വായിക്കാനുള്ളതല്ല, അവ പാട്ടുകളായും നൃത്തങ്ങളായിട്ടും വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെയും ഒക്കെ അനുഷ്ഠാന രാവുകളിലൊക്കെ അവതരിപ്പിക്കേണ്ടവയാണ്. അതായത് പെർഫോമൻസ് സെന്റേർഡ് ആണ്. പാടുന്ന ആളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ഓരോ പ്രകടനത്തിലും കഥയുടെ വരികളിലൊക്കെ മാറ്റം വരും, ചേഞ്ചസ് വരും എന്നാണ് പറയുന്നത്. അടുത്തത് റിട്ടൺ വേഴ്സസ് ഓറൽ എപ്പിക്സ്, എഴുതപ്പെട്ടതും വാമൊഴിയായിട്ടുമുള്ള ഇതിഹാസങ്ങൾ. എപ്പിക്സ്, എഴുതപ്പെട്ട ഇതിഹാസങ്ങള് മാറ്റമില്ലാതെ ഒരേപോലെ നിൽക്കുമ്പോൾ വാമൊഴിയായിട്ടുള്ള ഓറൽ ആയിട്ടുള്ളതൊക്കെ ഇതിഹാസങ്ങൾ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിനനുസരിച്ച് നിരന്തരം മാറിക്കൊണ്ടേയിരിക്കും. ഇവോൾവ് ഓവർ ടൈം, അതായത് ഇങ്ങനെ ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. ഒരു പ്രത്യേക ജനവിഭാഗത്തിന്റെ ചരിത്രവും പ്രാദേശിക സ്വത്വവും, അതായത് കമ്മ്യൂണിറ്റി ഐഡന്റിറ്റിയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ശക്തമായിട്ടുള്ള സാംസ്കാരിക ആയുധങ്ങളാണ് ഇവ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി യൂണിറ്റ് 2 വരുന്നത് സീതാകാന്ത് മഹാപാത്ര, ദ അവേക്കൻഡ് വിൻഡ്, ദ ഓറൽ പോയിട്രി ഓഫ് ദി ഇന്ത്യൻ ട്രൈബ്സ്. പ്രശസ്ത ഒറിയ കവിയും പിന്നെ അതുപോലെ ആന്ത്രോപോളജിസ്റ്റുമായിട്ടുള്ള സീതാകാന്ത് മഹാപാത്ര ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഒഡീഷ, ബീഹാർ, മധ്യപ്രദേശ് ആ ഒരു പരിസരങ്ങളിലെ വിഭിന്ന ഗോത്രവർഗക്കാർക്കിടയിൽ നിന്നും നേരിട്ട് ശേഖരിച്ച അതീവ മനോഹരമായിട്ടുള്ള നാടോടി കവിതകളുടെ ഒരു സമാഹാരമാണ് ഇത്. ഓക്കെ. ഈ കവിതകളിൽ വലിയ സാഹിത്യ അലങ്കാരങ്ങളോ അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള നിയമങ്ങളോ ഒന്നുമില്ല. പകരം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജനതയുടെ പച്ചയായിട്ടുള്ള ജീവിതം ആണ് ഇതിൽ ഉള്ളത്. ഇതിന്റെ പ്രധാന ഘടനകൾ എന്താണെന്നുള്ളത് നോക്കാം. ഒന്ന്, ദ സോങ് ഓഫ് ദി ഫോറസ്റ്റ്. ഗോത്രവർഗക്കാർക്ക് പ്രകൃതി എന്നത് വെറും ഒരു വസ്തുവല്ല, അത് അവരുടെ അമ്മയും ദൈവവുമായിട്ടാണ് കാണുന്നത്. വസന്തകാലത്ത് കാട് പൂക്കുന്നതും കാറ്റിൽ ഇലകൾ അനങ്ങുന്നതും അരുവികൾ ഒഴുകുന്നതും എല്ലാം ദൈവത്തിന്റെ സംഗീതമായാണ് അവര് കവിതകളിൽ കാണുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് ദ സൈക്കിൾ ഓഫ് ലൈഫ്. ജനനം, വിവാഹം, പ്രണയം, മരണം, പിന്നെ അതുപോലെ വിതയ്ക്കല്, കൊയ്ത്തുത്സവങ്ങൾ എന്നിവയെല്ലാം പാട്ടുകളായാണ് അവര് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. കൃഷിപ്പണി ചെയ്യുമ്പോൾ ദാരിദ്ര്യവും കഠിനാധ്വാനവും മറക്കാൻ വേണ്ടി സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചു പാടുന്ന അതീവ താളൊക്കെയുള്ള വരികളും ഇതിലുണ്ട്. ഓക്കെ. അടുത്തത് ദ സ്പിരിച്വൽ ബോണ്ട്, ആത്മീയമായിട്ടുള്ള ബന്ധം. തങ്ങളുടെ പൂർവികരുടെ ആത്മാക്കള് കാട്ടിലെ മരങ്ങളിലും മലകളിലും താമസിക്കുന്നുണ്ടെന്നും അവരെ പ്രീതിപ്പെടുത്താൻ തങ്ങൾ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊക്കെ ഒരു കവിതകളാണ് അതില്. ഓക്കെ. ദ മെറ്റഫർ, ദ അവേക്കൻഡ് വിൻഡ്, ഉണർന്ന കാറ്റ് എന്നത് ഗോത്രവർഗക്കാരുടെ അടങ്ങാത്ത ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെയും അവരുടെ തനതായിട്ടുള്ള ആ ഒരു സംസ്കാരത്തിന്റെയും പ്രതീകമായിട്ടാണ്. ഓക്കെ. ആധുനികവൽക്കരണത്തിന്റെ ഈ ഒരു കാലത്തും തങ്ങളുടെ വാമൊഴി പാരമ്പര്യത്തിലൂടെ അവർ അഭിമാനത്തോടെ നിലനിൽക്കുന്നത് ഈ ഒരു കവിതകളിൽ മഹാപാത്ര അതീവ ആർദ്രമായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഇനി യൂണിറ്റ് 3 വരുന്നത് രാമായണ ഇൻ മോഡേൺ സൗത്ത് ഇന്ത്യ. ഓക്കെ. പോള റിച്ച്മാൻ, പ്രശസ്ത അമേരിക്കൻ പണ്ഡിതയായിട്ടുള്ള പോള റിച്ച്മാൻ എഡിറ്റ് ചെയ്ത ഈ ഒരു വിഖ്യാത ഗ്രന്ഥം ഇന്ത്യയുടെ മഹാ ഇതിഹാസമായ രാമായണത്തിന് ദക്ഷിണേന്ത്യയിൽ, അതായത് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര ആ ഒരു പ്രാദേശിക വാമൊഴി പാരമ്പര്യങ്ങളിലും നാടൻ പാട്ടുകളിലും ഉണ്ടായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു വകഭേദങ്ങളെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ.
സോ വാൽമീകി രാമായണത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ദക്ഷിണേന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളും താഴെ തട്ടിലുള്ള മനുഷ്യരും രാമായണ കഥയെ തങ്ങളുടേതായ രീതിയിൽ തിരുത്തി എഴുതിയതിന്റെ ഒരു സബ്വേഴ്സീവ് റീടെല്ലിങ്സ് ആണ്, വലിയൊരു ചിത്രമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ദ വുമൻസ് രാമായണ, സ്ത്രീകളുടെ രാമായണം. ദക്ഷിണേന്ത്യയിലെ നാടൻ പാട്ടുകളില് രാമന്റെ യുദ്ധവിജയങ്ങളെക്കാൾ പ്രാധാന്യം സീതയുടെ വേദനകൾക്കാണ്. ഓക്കെ, ഗർഭിണിയായ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ച രാമന്റെ ക്രൂരതയെയും അതുപോലെ തന്നെ സീത പ്രസവവേദന എടുക്കുമ്പോൾ കാട്ടിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളെയും ഒക്കെ ഗ്രാമീണ സ്ത്രീകൾ അതീവ വൈകാരികമായി ഇമോഷണൽ ആയിട്ട് തന്നെ പാടിവെച്ചിട്ടുണ്ട്. ഇവിടെ രാമൻ ദൈവമല്ല, മറിച്ച് തെറ്റുകൾ വരുത്തുന്ന ഒരു സാധാരണ ഭർത്താവ് മാത്രമായിട്ടാണ് കാണുന്നത്. ദ നോൺ എലൈറ്റ് പെർസ്പെക്റ്റീവ്. ചില ഗോത്ര നാടോടി പാട്ടുകളിലെ രാവണൻ ക്രൂരനായ ഒരു രാക്ഷസനല്ല, മറിച്ച് അതീവ പണ്ഡിതനും നീതിമാനുമായിട്ടുള്ള ഒരു ദക്ഷിണേന്ത്യൻ രാജാവായിട്ടാണ് കാണുന്നത്. രാമൻ കൗശലത്തിലൂടെയാണ് രാവണനെ കൊന്നത് എന്ന തരത്തിലുള്ള വാമൊഴി വരികളും ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ദ സബൾട്ടൻ വോയിസസ്, പാർശ്വവൽക്കരിക്കപ്പെട്ട ശബ്ദങ്ങൾ. ലക്ഷ്മണന് ശൂർപ്പണഖയുടെ മൂക്കുമുലയും അരിഞ്ഞതിനെ അതീവ ക്രൂരമായിട്ട് കാണുന്ന പാട്ടുകളും അതുപോലെ ബാലിവധത്തിലെ അനീതികളെ ചോദ്യം ചെയ്യുന്ന നാടോടി രൂപങ്ങളും ഇതിലുണ്ട്. മെനി രാമായണാസ്. ഈ പുസ്തകം സമർത്ഥിക്കുന്നത് ഇന്ത്യയിലെ ഒരൊറ്റ രാമായണമല്ല ഉള്ളത്, മറിച്ച് ഓരോ സമുദായവും തങ്ങളുടെ സാമൂഹിക പാശ്ചാത്തലത്തിനും മൂല്യങ്ങൾക്കും അനുസരിച്ച് നിർമ്മിച്ചെടുത്തിട്ടുള്ള അനേക രാമായണങ്ങളാണ്. ഓക്കെ, മെനി രാമായണാസ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ബ്ലോക്ക് 5 ഫോക്ക് പോയട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 6 ഫോക്ക് ഇൻ കണ്ടംപററി ഇന്ത്യൻ ഫിക്ഷൻ. ഓക്കെ, ആധുനിക ഇന്ത്യൻ നോവലുകളിൽ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള നാടോടി കഥകളും ഗോത്ര സംസ്കാരങ്ങളും കടലോര വിശ്വാസങ്ങളും എങ്ങനെയാണ് പാശ്ചാത്തലമായി കടന്നു വരുന്നത് എന്നാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഓക്കെ, ബംഗാളിലെ വിഖ്യാതമായിട്ടുള്ള പതേർ പാഞ്ചാലി മുതൽ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം തകഴിയുടെ ചെമ്മീൻ വരെയുള്ള 6 ഇതിഹാസ നോവലുകളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, യൂണിറ്റ് 1 വരുന്നത് വിഭൂതിഭൂഷൺ ബന്ദ്യോപാധ്യായ. ഓക്കെ, ബന്ദോപാധ്യായ, പതർ പാഞ്ചാലി. ബംഗാളി സാഹിത്യത്തിലെയും ലോക സിനിമയിലെയും സത്യജിത് റായിയുടെ ഒക്കെ വിഖ്യാത ചിത്രമായിട്ടുള്ള ഏറ്റവും തിളങ്ങുന്ന ഒരു നാഴികക്കല്ലാണ് ഇത്, പതേർ പാഞ്ചാലി. പതേർ പാഞ്ചാലി എന്നാല് വഴിയുടെ പാട്ട്, സോങ് ഓഫ് ദി റോഡ് എന്നാണ് അർത്ഥം വരുന്നത്. സോ അതിന്റെ ഒരു സ്റ്റോറി എന്താണെന്നുള്ളത് നോക്കാം. ബംഗാളിലെ നിശ്ചിന്ദിപൂർ എന്ന ഒരു പച്ചയായ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു അതീവ ദരിദ്ര ബ്രാഹ്മണ കുടുംബത്തിന്റെ ഒരു സ്റ്റോറിയാണിത്. ദ ഫാമിലി ആൻഡ് പോവർട്ടി. കുടുംബനാഥനായിട്ടുള്ള ഹരിഹർ വലിയൊരു പണ്ഡിതനാകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ഒരിടത്തും സ്ഥിരമായിട്ട് ജോലി കിട്ടാത്ത കടുത്ത ദാരിദ്ര്യത്തിലാണ് അവർ ജീവിക്കുന്നത്. ഭാര്യ സർബജയ ഉള്ളത് കൊണ്ട് മാത്രം വീട് പട്ടിണി കൂടാതെ കൊണ്ടുപോകാൻ എന്താ പറയാ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, പട്ടിണി ഒന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ. അവരുടെ മക്കളാണ് ദുർഗയും അപ്പുവും. പ്രായമായ ഇന്ദിര താക്കൂർ എന്ന പിതൃ സഹോദരിയും ഇവർക്കൊപ്പം താമസിക്കുന്നുണ്ട്. ഓക്കെ, ചൈൽഡ്ഹുഡ് ആൻഡ് നേച്ചർ. കടുത്ത ദാരിദ്ര്യത്തിലും അപ്പവും ദുർഗയും ഗ്രാമത്തിലെ കാടുകളിലും പാടങ്ങളിലും അലഞ്ഞു നടന്ന് തങ്ങളുടെ കുട്ടിക്കാലം അതീവ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. പഴുത്ത മാങ്ങകൾ മോഷ്ടിക്കുന്നതും അതുപോലെ കാട്ടിലെ വിചിത്ര പൂക്കൾ ശേഖരിക്കുന്നതും ദൂരെ എന്താ പറയാ പാടത്തിലൂടെ ട്രെയിൻ പോകുന്നത് ആദ്യമായിട്ട് എന്താ പറയാ അത്ഭുതത്തോടെ കാണാൻ ഓടുന്നതുമെല്ലാം നോവലിലെ ഭയങ്കര മനോഹരമായിട്ടുള്ള സീൻസ് ആണ്. ഓക്കെ, ദ ട്രാജഡി. പണം സമ്പാദിക്കാൻ ഹരിഹർ ദൂരദേശത്തേക്ക് യാത്ര പോവാണ്. ആ സമയത്ത് കനത്ത മഴ പെയ്യുകയും ശരിയായിട്ടുള്ള ചികിത്സയും പണവും ഇല്ലാതെ ദുർഗ കടുത്ത പനി ബാധിച്ച് മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. തിരികെ എത്തുന്ന ഹരിഹർ മകളുടെ മരണത്തോടെ തകരുകയും ആ ഗ്രാമത്തിലെ തങ്ങളുടെ പഴയ വീട് ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതം തേടി അപ്പുവിനെയും സർബജയും കൊണ്ട് കൂട്ടി കാശിയിലേക്ക് യാത്ര തിരിക്കുന്നതോടെ നോവൽ അവസാനിക്കുകയാണ്. ഗ്രാമീണ ആ ഒരു ഫോക്ക് ലോറും പ്രകൃതിയും മനുഷ്യന്റെ അതിജീവനവും ഒന്നിച്ചു ചേരുന്ന ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു കൃതിയാണ് ഇതെന്ന് പറയുന്നത്, പതർ പാഞ്ചാലി. ഓക്കെ, ഇനി യൂണിറ്റ് 2 വരുന്നത് ഗോപിനാഥ് മോഹൻറ്റി പാരജ. ഓക്കെ, ഒറിയ സാഹിത്യത്തിലെ പാരജ അല്ലെങ്കിൽ പരജ എന്ന് പറയാം കേട്ടോ. ഒറിയ സാഹിത്യത്തിലെ ജ്ഞാനപീഠം ജേതാവായിട്ടുള്ള ഗോപിനാഥ് മോഹൻറ്റിയുടെ ഒഡീഷയിലെ പരജ എന്ന ആദിവാസി ഗോത്രത്തിന്റെ പച്ചയായിട്ടുള്ള ജീവിതവും തകർച്ചയും വരച്ചു കാട്ടുന്ന ഒരു നോവലാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, കോരാപുത് മലനിരകളിലെ കാടുകളിലെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന പരജ ഗോത്രത്തിലെ കുടുംബനാഥനായിട്ടുള്ള സുക്രുജാനി. ഓക്കെ, സുക്രുജാനി അവന്റെ മക്കളായിട്ടുള്ള മാന്തിയ അതുപോലെ ടിക്കാര, ജെല്ലി, കാജിരി എന്നിവരിലൂടെയാണ് ഈ ഒരു കഥ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. ദ ട്രൈബൽ ഹാർമണി.
തുടക്കത്തില് അവർ അതീവ സന്തോഷത്തോടെ കാട്ടിലെ വിഭവങ്ങൾ കളക്ട് ചെയ്തും അതുപോലെ കാട്ടു ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ തനത് നൃത്തങ്ങൾ ചെയ്തും അതീവ സമാധാനത്തോടെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ് കൊണ്ടുപോകുന്നത്. പ്രകൃതിയുമായിട്ടുള്ള അവരുടെ ഒരു ആത്മീയ ബന്ധം ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ദ ഡെപ്റ്റ് ട്രാപ്ഡ്, കടക്കെണി. വികസനത്തിന്റെ പേരിൽ അവിടുത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും കൗശലക്കാരായിട്ടുള്ള സാഹുക്കാർ, അതായത് പലിശക്കാരൻ കേട്ടോ, എന്ന ജന്മിയും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. വ്യാജമായിട്ടുള്ള കുറ്റങ്ങൾ ചുമത്തി വനം വകുപ്പ് സുക്രുജാനിക്ക് കനത്ത പിഴ ചുമത്തുകയാണ്. ആ പണം അടയ്ക്കാൻ അവന് സാഹുക്കാരുടെ അടുത്ത് നിന്ന് കടം വാങ്ങുന്ന ഒരു അവസ്ഥ വരികയാണ്. സ്ലേവ്സ് ഓഫ് ദി ലാൻഡ് ലോഡ്, പലിശ തിരിച്ചു നൽകാൻ കഴിയാതെ വരുന്നതോടെ സുക്രുജാനിയും അവന്റെ മക്കളും സാഹുക്കാരുടെ വെറും അടിമകളായി, ബോണ്ടഡ് ലേബേഴ്സ് ആയിട്ട് മാറുകയാണ്. അവന്റെ സുന്ദരിമാരായിട്ടുള്ള മക്കളെ ലൈംഗിക ചൂഷണങ്ങൾക്ക് ഇരയാവുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ കൃഷിഭൂമിയും അതുപോലെ അന്തസ്സും എല്ലാം സാഹുക്കാര് തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒടുവില് കടുത്ത അനീതികൾ സഹിക്കാൻ കഴിയാതെ തങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള കൊടുവാളുകൾ എടുത്ത് സുക്രുജാനിയും മക്കളും ചേർന്ന് ക്രൂരനായിട്ടുള്ള സാഹുക്കാരെ വെട്ടിക്കൊല്ലുകയും ചോര പുരണ്ട ആയുധങ്ങളുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുകയും ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു ട്രാജഡിയോടെയാണ് ഈ ഒരു നോവൽ അവസാനിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു യൂണിറ്റ് 2 വരുന്നത്. യൂണിറ്റ് 3 വരുന്നത് ഫനീശ്വർ നാഥ് രേണു, മേല ഏഞ്ചൽ. ഹിന്ദി സാഹിത്യത്തിലെ ആഞ്ചലിക് ഉപന്യാസ് അഥവാ പ്രാദേശിക നോവൽ, റീജിയണൽ നോവൽ ശാഖക്ക് അടിത്തറയിട്ടിട്ടുള്ള ഒരു വിഖ്യാത കൃതിയാണ് ഇത്. മൈല ആഞ്ചൽ അല്ലെങ്കിൽ മെയില ആഞ്ചൽ എന്ന മീനിങ് വരുന്നത് ചെളി പുരണ്ട അനാഥമായിട്ടുള്ള പ്രദേശം, ദ സോയിൽഡ് ബോർഡർ എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ബീഹാറിലെ പൂർണ്ണയായിട്ടുള്ള ജില്ലയിലുള്ള മേരിഗഞ്ച് എന്ന ഉൾഗ്രാമത്തിന്റെ സ്വാതന്ത്ര്യാനന്തര പശ്ചാത്തലത്തിലാണ് ഈ ഒരു നോവലിന്റെ പ്ലോട്ട് വരുന്നത്. ഓക്കെ, ദ അറൈവൽ ഓഫ് മിസ്റ്റർ പ്രശാന്ത്. നഗരത്തിൽ നിന്നും അതീവ യോഗ്യനായിട്ടുള്ള ഡോക്ടർ പ്രശാന്ത് എന്നൊരു യങ് ഡോക്ടർ ഈ ഒരു ഗ്രാമത്തിൽ റിസർച്ചിനായിട്ട് വരുവാണ്. മലേറിയയും അതുപോലെ പാവപ്പെട്ട ജനങ്ങളുടെ രോഗങ്ങളും മാറ്റുകയാണ് അവന്റെ ഒരു എയിം എന്ന് പറയുന്നത്, ലക്ഷ്യം. ഗ്രാമത്തിലെ ജാതി ചിന്തകൾ, അതുപോലെ അന്ധവിശ്വാസങ്ങൾ, രാഷ്ട്രീയ കളികൾ എന്നിവ അവൻ നേരിട്ട് കാണുകയാണ് ചെയ്യുന്നത്. ദ ടേപ്പസ്ട്രി ഓഫ് ഫോക്ക് കൾച്ചർ. ഈ നോവലിന് ഒരു പ്രത്യേക നായകനില്ല, പകരം മേരിഗഞ്ച് ഗ്രാമം തന്നെയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. അവിടുത്തെ പ്രാദേശിക ഉപഭാഷകള്, ഡയലക്ട്സ്, അതുപോലെ കാർഷിക പാട്ടുകള്, ഗ്രാമീണ ഉത്സവങ്ങള്, പരമ്പരാഗത ആചാരങ്ങള് എന്നിവ എന്താ പറയാ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ രേണു ഇതില് നെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ദ സോഷ്യൽ ചേഞ്ച്. സ്വാതന്ത്ര്യം കിട്ടിയിട്ടും സാധാരണക്കാരായിട്ടുള്ള ഗ്രാമീണരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് നോവൽ കാണിച്ചു തരുന്നുണ്ട്. അവിടുത്തെ രാഷ്ട്രീയക്കാര് ജാതിയുടെ പേരിൽ ജനങ്ങളെ എന്താണ് ഡിവൈഡ് ചെയ്യാണ്, വിഭജിക്കുകയാണ് ചെയ്യുന്നത്. കപട സന്യാസിമാരുടെ ചൂഷണങ്ങൾ വേറെയുണ്ട് ഇതില്. ഇതിനിടയിൽ കമലി എന്ന ഗ്രാമീണ പെൺകുട്ടിയുമായിട്ട് ഡോക്ടർ പ്രണയത്തിലാകുന്നുണ്ട്. രാഷ്ട്രീയ കുതന്ത്രങ്ങളാൽ ഡോക്ടർ ജയിലിൽ അടയ്ക്കപ്പെടുന്നുണ്ടെങ്കിലും ഒടുവിൽ അവന് മോചിതനാവുകയും അതുപോലെ ഗ്രാമീണരുടെ ആ ഒരു ഉദ്ധാരണത്തിനായിട്ട് മേരിഗഞ്ചിലേക്ക് തന്നെ തിരികെ വരുന്നതും ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്റ്റോറി പോകുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത യൂണിറ്റ് 4 വരുന്നത് വിജയദൻ ദത്തയുടെ ദ ഡെലിമ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് യൂണിറ്റ് 4 വരുന്നത്. രാജസ്ഥാനി നാടോടി കഥകളെ ആധുനിക രീതിയിൽ പുനർനിർമ്മിച്ച് ലോക പ്രശസ്തയായിട്ടുള്ള വിജയദൻ ദത്തയുടെ വിഖ്യാതമായിട്ടുള്ള കൃതിയാണ് ഇത്. ഓക്കെ, ഷാറുഖ് ഖാന്റെ പഹേലി എന്ന സിനിമ ഈ ഒരു പ്ലോട്ടിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, എന്താണെന്നുള്ളത് നോക്കാം. ദ മാരേജ് ആൻഡ് മണി. ഒരു വലിയ വ്യാപാരിയുടെ മകനായിട്ടുള്ള നായകന് അതീവ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന യാത്രയിലാണ് കഥ ആരംഭിക്കുന്നത്. വഴിയിൽ വെച്ച് വിശ്രമിക്കുമ്പോൾ ഒരു വലിയ മരത്തിൽ വസിക്കുന്ന ഒരു പ്രേതം ഗോസ്റ്റ് ഈ ഒരു വധുവിനെ കാണുകയും അവളോട് കടുത്ത പ്രണയത്തിലാകുകയും ചെയ്യാണ്. എന്നാൽ നായകന് ഒരു കടുത്ത ബിസിനസ് ഭ്രാന്തനാണ്. അദ്ദേഹം എന്താ പറയാ വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ 5 വർഷത്തേക്ക് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അവന് ദൂരദേശത്തേക്ക് യാത്ര തിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു അവസരം മുതലെടുത്തിട്ട് ആ പ്രേതം ഭർത്താവിന്റെ അതേ രൂപം ധരിച്ചിട്ട്, അതായത് അസ്യൂംസ് ദ അപ്പിയറൻസ് ഓഫ് ദി ഹസ്ബൻഡ്, ഓക്കെ, അവളുടെ വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ അവനൊരു പ്രേതമാണെന്ന സത്യം വധുവിനോട് തുറന്നു പറയുന്നുണ്ട്. ഓക്കെ, പണം മാത്രം സ്നേഹിച്ച ഭർത്താവിനേക്കാൾ തനിക്ക് സ്വാതന്ത്ര്യവും സ്നേഹവും നൽകുന്ന ഈ ഒരു പ്രേതത്തെ അവള് സ്വീകരിക്കുകയും അവരൊന്നിച്ച് അതീവ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അവള് ഗർഭിണിയാകുന്നതോടെ യഥാർത്ഥ ഭർത്താവ് നാട്ടിൽ തിരിച്ചെത്തുകയാണ്. 2 ഒരേ രൂപമുള്ള മനുഷ്യരെ കണ്ട് ഗ്രാമം
എന്താ പറയാ ഒരു വിയർക്കുന്നു എന്നാ പറയുന്നത്. അതാണ് അവിടുത്തെ ആ ഒരു ഡിലമ എന്ന് പറയുന്നത്. ഓക്കെ, ഒടുവില് ഈ ഒരു എന്താ പറയാ കൗശലക്കാരനായിട്ടുള്ള ആട്ടിടയൻ വന്നിട്ട് മാന്ത്രിക വിദ്യയിലൂടെ പ്രേതത്തെ ഒരു ചെറിയ തോൽപാത്രത്തിൽ, അതായത് ലെതർ ബാഗിൽ അടിച്ച് കിണറ്റിലേക്ക് എറിയാണ് ചെയ്യുന്നത്. സ്നേഹിച്ച പ്രേതം നഷ്ടപ്പെടുകയും പണം മാത്രം സ്നേഹിക്കുന്ന ഒരു യഥാർത്ഥ ഭർത്താവിനൊപ്പം ജീവിക്കേണ്ടി വരികയും ചെയ്യുന്ന സ്ത്രീയുടെ ആ ഒരു കഠിനമായിട്ടുള്ള മാനസികാവസ്ഥയോടെയാണ് ആ ഒരു അവസ്ഥ കാണിച്ചിട്ടാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. പരമ്പരാഗത സദാചാര നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന വലിയൊരു ഫോക്ക് ഫാന്റസിയാണ് ഇതിൽ വരുന്നത്. ഇനി യൂണിറ്റ് 5 വരുന്നത് തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീനാണ്. ഓക്കെ, നമ്മുടെ മലയാളത്തിന്റെ അഭിമാനമായിട്ടുള്ള തകഴി ശിവശങ്കര പിള്ളയുടെ കടലോര ജനതയുടെ പശ്ചാത്തലത്തിൽ രചിച്ചിട്ടുള്ള അന്താരാഷ്ട്ര പ്രശസ്തമായിട്ടുള്ള ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് ഈ ഒരു ചെമ്മീൻ എന്ന് പറയുന്നത്. കേരളത്തിലെ അമ്പലപ്പുഴ കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാണ് ഈ ഒരു നോവലിന്റെ പ്ലോട്ട് വരുന്നത്. ഹിന്ദു മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള ചെമ്പൻകുഞ്ഞിന്റെ മകള് കറുത്തമ്മയും മുസ്ലിം കച്ചവടക്കാരനായിട്ടുള്ള പരീക്കുട്ടിയും കുട്ടിക്കാലം മുതൽ അവര് പ്രണയത്തിലാണ്. എന്നാൽ കടപ്പുറത്തെ കർശനമായിട്ടുള്ള ആ ഒരു ജാതി മത നിയമങ്ങൾ കാരണം അവർക്ക് ഒന്നാവാൻ പറ്റുന്നില്ല. ചെമ്പൻകുഞ്ഞ് പരീക്കുട്ടിയുടെ പണം വാങ്ങി വലിയ തോണിയും അതുപോലെ വലയും വാങ്ങുന്നുണ്ടെങ്കിലും പിന്നീട് അവനെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കടലോരവാസികൾക്കിടയിൽ കഠിനമായിട്ടുള്ള ഒരു ഫോക്ക് വിശ്വാസമുണ്ട്. അതായത് കടലമ്മ, അതായത് സീ ഗോഡസ് കടലിൽ പോകുന്ന പുരുഷന്മാരുടെ സംരക്ഷിക്കുന്നത് അവരുടെ ഭാര്യമാര് കരയിൽ അതീവ പവിത്രകളായി, അതായത് ഫെയ്ത്ത്ഫുൾ ആയി ഇരിക്കുമ്പോൾ മാത്രമാണെന്നാണ് പറയുന്നത്. കറുത്തമ്മയെ ചെമ്പൻകുഞ്ഞി നിർബന്ധിച്ച് പളനി എന്ന പാവപ്പെട്ട ധീരനായിട്ടുള്ള ഒരു യുവാവിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ പളനിക്കൊപ്പം പുതിയൊരു തീരത്തേക്ക് പോകുന്ന കറുത്തമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ നിന്നും പരീക്കുട്ടിയുടെ ആ ഒരു ഓർമ്മകൾ മാറുന്നില്ല. ഓക്കെ, ഒരു കറുത്ത അമാവാസി രാത്രിയിൽ പളനി ഒറ്റക്ക് കടലിൽ വലിയ സ്രാവിനെ പിടിക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് കരയിൽ വെച്ച് പരീക്കുട്ടിയും കറുത്തമ്മയും വീണ്ടും കണ്ടുമുട്ടുകയും തങ്ങളുടെ പഴയ ആ ഒരു പ്രണയത്തിൽ ലയിക്കുകയൊക്കെ ചെയ്യാണ്. ആ നിമിഷത്തില് കരയിൽ വെച്ച് കറുത്തമ്മയുടെ ആ ഒരു പതിവ്രത്യം നഷ്ടപ്പെടുമ്പോൾ കടലിൽ വെച്ച് വലിയൊരു ചുഴിയിൽപ്പെട്ട് പളനി മരണപ്പെടുകയാണ്. പിറ്റേന്ന് രാവിലെ കരയിലേക്ക് ഒന്നിച്ച് അടിച്ചു കയറുന്ന എന്താ പറയാ കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും ശവശരീരങ്ങളും ദൂരെ വലയിൽ കുടുങ്ങിക്കിടക്കുന്ന പളനിയുടെ മൃതദേഹവും കാണിച്ചുകൊണ്ടാണ് നോവല് അവസാനിക്കുന്നത്. ഒരു ട്രാജഡി പോലെയാണ് ആ നോവൽ അവസാനിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി യൂണിറ്റ് 6 വരുന്നത് രാജാറാവു കാന്തപുര. ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഇതിഹാസമായിട്ടുള്ള രാജാറാവു ഗാന്ധിയൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു നാടോടി ഇതിഹാസത്തിന്റെ രൂപത്തിൽ ഒരു എന്താ പറയാ സ്ഥലപുരാണ എന്ന് വേണേ പറയാം മാറ്റി എഴുതിയിട്ടുള്ള ഒരു വിഖ്യാത നോവലാണ് ഇത് എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിലെ അതീവ യാഥാസ്ഥികമായിട്ടുള്ള കാന്തപുര എന്ന ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. അവിടുത്തെ പ്രായമായിട്ടുള്ള അച്ചക്ക എന്ന മുത്തശ്ശിയുടെ വാമൊഴി കഥ പറച്ചിൽ ശൈലിയിലൂടെയാണ്, ഒരു ഓറൽ സ്റ്റോറി ടെല്ലിങ്ങിലൂടെയാണ് നോവൽ മുന്നോട്ട് പോകുന്നത്. ദ പ്രൊട്ടക്ഷൻ ഓഫ് കെഞ്ചമ്മ. കാന്തപുര ഗ്രാമവാസികളെ തങ്ങളെ കാക്കുന്നത് മലമുകളിലെ കെഞ്ചമ്മ എന്ന പ്രാദേശിക ദേവിയാണെന്നാണ് വിശ്വസിക്കുന്നത്. പണ്ട് ഗ്രാമത്തെ തകർക്കാൻ വന്ന ചുവന്ന രാക്ഷസനെ കൊന്നത് കെഞ്ചമ്മയാണെന്നാണ് അവരുടെ ഒരു ഫോക്ക് പുരാണം എന്ന് പറയുന്നത്. ഈ ഗ്രാമത്തിലേക്ക് നഗരത്തിൽ നിന്നും മൂർത്തി എന്ന ഒരു ആദർശശാലിയായിട്ടുള്ള ഒരു യുവാവ് വരികയാണ്. അവൻ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളൊക്കെ ഗ്രാമത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ജാതി വ്യവസ്ഥക്കെതിരെ പോരാടാനും വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനും കള്ളുഷാപ്പുകൾ ഉപരോധിക്കാനും ഒക്കെ അവര് എന്താ പറയാ ജനങ്ങളോട് പറയുന്നുണ്ട്. ഗ്രാമീണർ ഗാന്ധിജിയെ സാധാരണ ഒരു നേതാവായിട്ടല്ല കാണുന്നത്. പകരം രാക്ഷസനായ ബ്രിട്ടീഷുകാരിൽ നിന്നും ഭൂമി ദേവിയെ രക്ഷിക്കാന് അവതരിച്ചിട്ടുള്ള ഒരു ശ്രീകൃഷ്ണന്റെ അവതാരമായിട്ടാണ് അവര് ഗാന്ധിയെ തങ്ങളുടെ എന്താ പറയാ നാടൻ പാട്ടുകളിലൂടെയും കഥകളിലൂടെയും ഒക്കെ പുരാവൽക്കരിക്കുന്നത്. ഓക്കെ, മിത്തോളജൈസിങ് ഗാന്ധി. ഒടുവില് ബ്രിട്ടീഷ് പട്ടാളം എന്താ പറയാ കാന്തപുര ആക്രമിക്കുകയും ഗ്രാമം മുഴുവൻ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ മൂർത്തിയും രംഗമ്മയും രത്നയും ചേർന്നിട്ട് ജനങ്ങളെ പുതിയൊരു പോരാട്ടത്തിലേക്ക് നയിക്കുന്നതോടെയാണ് ഈ ഒരു നോവൽ ഇവിടെ അവസാനിക്കുന്നത്. ഇത്രയാണ് ഈ ഒരു ബ്ലോക്ക് 6 6 യൂണിറ്റിലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. ബ്ലോക്ക് 7 ലാസ്റ്റ് ബ്ലോക്കിൽ വരുന്നത് ഫോക്ക് തിയേറ്റർ ആണ്. ഇന്ത്യൻ നാടകവേദിയിലും സിനിമയിലും നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള നാടോടി കലാരൂപങ്ങളും മിത്തുകളും അമാനുഷിക ഫാന്റസികളും എങ്ങനെയാണ് ഈ ഒരു കണ്ടംപററി സൊസൈറ്റിയിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ എന്താ പറയാ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ
ചർച്ച ചെയ്യാനായിട്ട് പുനരുജ്ജീവിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത്. ഗിരീഷ് കർണാടിന്റെ വിഖ്യാതമായിട്ടുള്ള നാടകങ്ങളായിട്ടുള്ള ഹയവദന, അതുപോലെ നാഗമണ്ഡല, ഹബീബ് തൻവീറിന്റെ ചരൺദാസ് ചോറ് തുടങ്ങിയിട്ടുള്ള ഇതിഹാസ കൃതികളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇതിലെ യൂണിറ്റ് 1 വരുന്നത് അപ്രോപ്രിയേഷൻ ഓഫ് ഫോക്ക് ഇൻ ഇന്ത്യൻ തിയേറ്റർ. ഓക്കെ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ നാടകവേദിയിൽ മോഡേൺ ഇന്ത്യൻ തിയേറ്ററിന്റെ പാശ്ചാത്യ ശൈലികൾ കടമെടുക്കുന്നതിന് പകരം നമ്മുടെ സ്വന്തം വേരുകളിലേക്ക്, റൂട്ടിലേക്ക് മടങ്ങി പോകുക എന്ന ലക്ഷ്യത്തോടെ പ്രാദേശിക നാടോടി നാടക രൂപങ്ങളെ സ്വാംശീകരിച്ചതിനെ കുറിച്ചിട്ടാണ്, അപ്രോപ്രിയേഷനെ പറ്റിയിട്ടാണ് ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ജാത്ര, ബംഗാള്. ഓക്കെ, ജാത്ര സംഗീതത്തിനും ഉച്ചത്തിലുള്ള ഡയലോഗുകൾക്കും നാടകീയതയ്ക്കും പ്രാധാന്യം നൽകുന്ന ബംഗാളിലെ പരമ്പരാഗത രൂപമാണ്. ഓക്കെ, പുരാണങ്ങളിൽ നിന്നും തുടങ്ങി ഇന്ന് സമകാലിക സാമൂഹിക വിഷയങ്ങൾ വരെ ജാത്രയിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. അടുത്തത് കഥകളി, അത് കേരളം. ജാത്ര വരുന്നത് ബംഗാളാണ്, കഥകളി കേരളം. അതീവ സങ്കീർണമായിട്ടുള്ള ചമയങ്ങളും, അതായത് മേക്കപ്പ്, അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള മേക്കപ്പ്, നമുക്ക് തന്നെ അറിയാം അതിന്റെ മേക്കപ്പിലെ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളതല്ല, ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള മേക്കപ്പ്, അതുപോലെ വലിയ വേഷവിധാനങ്ങളും എന്താ പറയാ ഹസ്തമുദ്രകളും നൃത്ത ചുവടുകളും ഉപയോഗിച്ചിട്ട് പുരാണ കഥകൾ ദൃശ്യവൽക്കരിക്കുന്ന, വിഷ്വലൈസ് ചെയ്യുന്ന കേരളത്തിന്റെ ഒരു നൃത്ത രൂപമാണ്. ഓക്കെ, അടുത്തത് തമാശ, അത് മഹാരാഷ്ട്രയിലുള്ളത് കേട്ടോ. അതീവ ലൗകികമായിട്ടുള്ള തമാശകളും അതുപോലെ ലാവണി നൃത്തവും, ലാവണി ഡാൻസും, രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യങ്ങളും സറ്റയറും നിറഞ്ഞിട്ടുള്ള മഹാരാഷ്ട്രയിലെ ഒരു ജനപ്രിയ നാടോടി രൂപമാണ്. അടുത്തത് നൗട്ടങ്കി, അത് ഉത്തരേന്ത്യയിലുള്ളത്. പ്രണയവും അതുപോലെ വീരഗാഥകളും നിറഞ്ഞിട്ടുള്ള സംഗീതത്തിനും പാട്ടുകൾക്കും കനത്ത പ്രാധാന്യം നൽകുന്ന ഉത്തരേന്ത്യൻ തെരുവ് നാടക രൂപമാണ് ഈ ഒരു നൗട്ടങ്കി. അടുത്തത് പാല, അത് ഒഡീഷ. ഓക്കെ, സംഗീതത്തിന്റെയും അതുപോലെ നരേഷിന്റെയും ഒക്കെ അകമ്പടിയോടെ മതപരമായിട്ടുള്ള പ്രകീർത്തനങ്ങളും പുരാണങ്ങളും സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു ആഖ്യാന കല. ഓക്കെ, അടുത്തത് മോഡേൺ റെലവൻസ്, സമകാലിക നാടകകൃത്തുകൾ ഈ ഒരു ഫോക്ക് രൂപങ്ങളെ തന്ത്രങ്ങൾ, അതായത് സൂത്രധാരൻ, കോറസ്, മാസ്കുകള് കടമെടുത്ത് ആധുനിക രാഷ്ട്രീയത്തെയും അധികാരവർഗത്തെയും വിമർശിക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇനി യൂണിറ്റ് 2 വരുന്നത് ഫോക്ക്, പോപ്പുലർ ആൻഡ് ഫിലിം. ഇന്ത്യൻ സിനിമയും ജനപ്രിയ സംസ്കാരവും നമ്മുടെ നാടോടി പാരമ്പര്യങ്ങളോട് എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ദ സിനിമാറ്റിക് ഡെപ്റ്റ്, ഇന്ത്യൻ സിനിമയുടെ തുടക്കം തന്നെ നമ്മുടെ നാടോടി മിത്തുകളിലെയും അതുപോലെ ഇതിഹാസങ്ങളുടെയും മിത്തോളജിക്കൽ ഫിലിംസിനൊക്കെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. മ്യൂസിക് ആൻഡ് സ്റ്റോറി ടെല്ലിങ്, നമ്മുടെ സിനിമകളിലെ പാട്ടുകളും നൃത്തങ്ങളും, എന്താ പറയാ വില്ലനും നായകനും തമ്മിലുള്ള നാടകീയമായിട്ടുള്ള പോരാട്ടങ്ങള്, സൂത്രധാരന് പകരമുള്ള നറേഷൻ ശൈലികൾ എന്നിവയെല്ലാം നാടോടി തിയേറ്ററിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. ഇത് വലിയൊരു ആഗോള പ്രേക്ഷകരിലേക്ക് ഫോക്ക് സംസ്കാരത്തെ എത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇനി യൂണിറ്റ് 3 വരുന്നത് ഗിരീഷ് കർണാടിന്റെ ഹൈവദാന, അതുപോലെ ആൻഡ് നാഗമണ്ഡല. ഓക്കെ, ഇന്ത്യൻ നാടകവേദിയിലെ ഇതിഹാസമായിട്ടുള്ള ഗിരീഷ് കർണാട് നാടോടി കഥകളുടെയും അതുപോലെ മിത്തുകളുടെയും കൂട്ടിയിണക്കി മനുഷ്യന്റെ ഒരു അസ്തിത്വ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന 2 മാസ്റ്റർ പീസ് നാടകങ്ങളാണ് ഇതെന്ന് പറയുന്നത്. ഒന്ന് ഹയവദന, തോമസ് മന്നിന്റെ ദി ട്രാൻസ്പോസ്ഡ് ഹെഡ്സ് എന്ന ഒരു കൃതിയിലെയും ഫോക്ക് പ്ലോട്ടിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു നാടകമാണ് ഈ ഒരു ഹയവദന എന്ന് പറയുന്നത്. കപിലൻ, ദേവദത്തൻ എന്നീ 2 സുഹൃത്തുക്കള് പത്മിനി എന്ന സുന്ദരിയായിട്ടുള്ള സ്ത്രീയും തമ്മിലുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രണയമാണ് ഇതിന്റെ പ്രധാന പ്ലോട്ട് ആയിട്ട് വരുന്നത്. ദേവദത്തന് കഠിനമായ ബുദ്ധിശക്തിയുള്ള ഒരു പണ്ഡിതനാണ്, എന്നാൽ ശാരീരികമായി അവൻ എന്താണ്, ഒരു ദുർബലനാണ്. കപിലനാകട്ടെ അതീവ ശക്തനായിട്ടുള്ള ശരീര സൗന്ദര്യമുള്ള ഒരു എന്താ പറയാ കായികാഭ്യാസിയാണ്. ഓക്കെ, എന്നാൽ അറിവ് കുറവാണേനോ. ഓക്കെ, പത്മിനി ദേവദത്തനെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിലും അവൾക്കുള്ളില് കപിലന്റെ ശരീരത്തോട് കടുത്ത പ്രണയം തോന്നിയിട്ടുണ്ടായിരുന്നു. ദ എക്സ്ചേഞ്ച് ഓഫ് ഹെഡ്സ്, മൂവരും ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ കടുത്ത മാനസിക വിഷമത്താൽ ദേവദത്തനും കപിലനും കാളി ക്ഷേത്രത്തിൽ വെച്ച് സ്വന്തം തലയറുത്ത് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഭയന്നുപോയ പത്മിനി കാളിദേവിയെ പ്രാർത്ഥിക്കുകയും ദേവിയുടെ അനുഗ്രഹത്തോടെ അവരുടെ തലകള് ഉടലുകളിലേക്ക് തിരികെ വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പരിഭ്രമത്തിനിടയിൽ അവള് തലകൾ പരസ്പരം മാറി വെക്കുന്നു. ഓക്കെ, ഹെഡ്സ് ഗെറ്റ് എക്സ്ചേഞ്ച്ഡ്, അതായത് ദേവദത്തന്റെ തല കപിലന്റെ ഉടലിലും കപിലന്റെ തല ദേവദത്തന്റെ ഉടലിലുമാണ് വരുന്നത്. ദ ഡിലമ ഓഫ് ഐഡന്റിറ്റി,
ആരാണ് യഥാർത്ഥ ഭർത്താവ് എന്ന വലിയൊരു എന്താ പറയുക ഒരു ഐഡന്റിറ്റി ക്രൈസിസ് അവിടെ ഉണ്ടാവുകയാണ്. മനസ്സാണോ ശരീരമാണോ മനുഷ്യന്റെ ഐഡന്റിറ്റി നിശ്ചയിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ. തുടക്കത്തിൽ ബുദ്ധിയുള്ള തലയും ശക്തമായിട്ടുള്ള ഉടലുമുള്ള പുതിയ ദേവദത്തനെ പത്മിനി സ്വീകരിക്കുന്നു. എന്നാൽ കാലക്രമേണ ആ ഉടല് വീണ്ടും ദ്രവിക്കുകയും പഴയതുപോലെ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒടുവിൽ രണ്ട് സുഹൃത്തുക്കളും പരസ്പരം പോരടിച്ച് മരണപ്പെടുകയും പത്മിനി സതി അനുഷ്ഠിക്കുകയും ചെയ്യാണ്. സതി അറിയില്ലേ, ഭർത്താവ് മരിക്കുമ്പോൾ ആ ചിതയിൽ ചാടിയിട്ട് മരിക്കുന്ന ഒരു ആചാരമായിരുന്നു പണ്ടുള്ളത്. ഓക്കെ. പിന്നെ ഇതിനൊപ്പം തന്നെ കുതിരയുടെ തലയുള്ള ഹയവദനന്ദൻ എന്ന മനുഷ്യന്റെ ഉപകഥയും ഇതിന്റെ കൂടെ, അതായത് വേറൊരു സ്റ്റോറി പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവൻ പൂർണ്ണനായിട്ടുള്ള ഒരു മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നു. ഒടുവിൽ കാളി ദേവിയുടെ വരത്താൽ അവൻ ഒരു പൂർണ്ണ കുതിരയായിട്ട് മാറുന്നു. മനസ്സല്ല ശരീരം മൃഗത്തിൻ്റെതായിരുന്നു. അതായത് മനസ്സല്ല ശരീരം എന്താണ്, മൃഗത്തിൻ്റെതാകുന്നു. പൂർണ്ണതയ്ക്ക് കംപ്ലീറ്റ്നെസ്സിന് വേണ്ടിയിട്ടുള്ള മനുഷ്യന്റെ ഒരു ഒടുങ്ങാത്ത ആഗ്രഹമാണ് ഇതിൽ കാണിക്കുന്നത്, സിംബലൈസ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് നാഗമണ്ഡലം. കർണാടകയിലെ രണ്ട് നാടോടി കഥകളെ അടിസ്ഥാനമാക്കിയിട്ട് സ്ത്രീപക്ഷ കാഴ്ചപ്പാടിൽ ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ എഴുതിയിട്ടുള്ള ഒരു ഡ്രാമയാണ് ഇത് എന്ന് പറയുന്നത്. അതീവ നിഷ്കളങ്കനായിട്ടുള്ള റാണി എന്നൊരു പെൺകുട്ടിയുടെയും അവളുടെ ക്രൂരനായിട്ടുള്ള ഭർത്താവ് അപ്പണ്ണയുടെയും കഥയാണ് ഇത് എന്ന് പറയുന്നത്. അപ്പണ്ണ റാണിയെ ഒരു മുറിക്കുള്ളിൽ പൂട്ടിയിടുകയും രാത്രി മുഴുവൻ മറ്റൊരു പരസ്ത്രീയുടെ കൂടെ ജീവിക്കുകയും ചെയ്യുന്നു. ഈ കടുത്ത ഏകാന്തതയിൽ കഴിയുന്ന റാണിക്ക് കുരുടയായിട്ടുള്ള കുറുണ്ടവ എന്നൊരു വൃദ്ധ ഒരു മാന്ത്രിക വേര്, ഒരു ലവ് റൂട്ട് മാന്ത്രിക വേര് നൽകുകയാണ് കേട്ടോ. ഓക്കെ. അത് അരച്ച് ഭക്ഷണത്തിൽ നൽകിയാൽ ഭർത്താവ് അവളെ പ്രണയിക്കൂ എന്നാണ് ആ ഒരു വിശ്വാസം. സോ ആ വേരരച്ച കറി കണ്ട് ഭയന്ന റാണി അത് പുറത്തുള്ള ഒരു ചിതലിന്റെ പുറ്റിലേക്ക് ഒഴുക്കി വിടുകയാണ്. ആ പുറ്റിൽ വസിച്ചിരുന്ന ഒരു രാജവെമ്പാല രാജവെമ്പാല അറിയില്ലേ, കോബ്ര, ആ കറി കഴിക്കുകയും അവളോട് കടുത്ത പ്രണയത്തിലാവുകയും ചെയ്യാണ്. രാത്രി കാലങ്ങളിൽ ഈ നാഗം അപ്പണ്ണന്റെ അതേ രൂപം ധരിച്ചിട്ട് റാണിയുടെ അടുക്കൽ വരുന്നു. രാത്രിയിൽ അതീവ കാരുണ്യവാനായിട്ടുള്ള ഭർത്താവും പകല് കടുത്ത ക്രൂരനായിട്ടുള്ള ഭർത്താവും തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ട് റാണി അത്ഭുതപ്പെടുകയാണ്. കാരണം അത് പ്രേതമാണെന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. ഓക്കെ. ആ ഒരു കോബ്രയാണ് ഇങ്ങനെ മാറി വരുന്നത് എന്ന് അവക്കറിയില്ലായിരുന്നു. റാണി ഗർഭിണിയാകുന്നതോടെ പകൽ സമയത്ത് യഥാർത്ഥ അപ്പണ്ണന് അവളെ വ്യഭിചാരിണിയായിട്ട് മുദ്ര കുത്തുകയും ഗ്രാമസഭയ്ക്ക് മുന്നിൽ വിചാരണ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തന്റെ എന്താ പറയാ പാതിവൃത്യം തെളിയിക്കാൻ അവള് തിളച്ച എണ്ണയിൽ കൈമുക്കുകയോ അല്ലെങ്കിൽ പുറ്റിലെ നാഗത്തെ കയ്യിലെടുക്കുകയോ വേണം. റാണി നാഗത്തെ കയ്യിലെടുക്കുമ്പോൾ അത് അവളെ എന്താ പറയാ ദംശിക്കാതെ ഒരു എന്താ പറയാ ഒരു കുട പോലെ അവൾക്ക് മുകളിൽ ഫണം വിടർത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ട് അവള് ദൈവതുല്യയായിട്ടുള്ള പതിവ്രതയാണെന്ന് ഗ്രാമം വിധിക്കുകയാണ്. അതായത് ആ പാമ്പ് കടിച്ചൊക്കെയാണെങ്കിൽ എന്താണ്, അവളെ തെറ്റുകാരിയായിട്ടാണ് കാണുക. പക്ഷെ ആ ഒരു പ്രേതത്തിന് ഓൾറെഡി എന്താണ്, അവളോട് സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്യുന്നില്ല, അത് ഉപദ്രവിക്കുന്നില്ല. അതോടുകൂടി എന്താണ്, അവിടെയുള്ള ഗ്രാമം മൊത്തം അവള് എന്താണ് പതിവ്രതയാണെന്ന് വിധിക്കുകയാണ്. അപ്പണ്ണൻ റാണിയോട് മാപ്പ് ചോദിക്കുകയും അവളെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യം അറിയുന്ന നാഗം ഒടുവിൽ അവളുടെ തലമുടിയിൽ ഒളിച്ചിരിക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്യുന്ന അതീവ പ്രതീകാത്മകമായിട്ടുള്ള ഒരു റിവെഞ്ച് ആയിട്ടുള്ള ഒരു സ്ത്രീപക്ഷ നാടകമാണ് ഈ ഒരു നാടകം എന്ന് പറയുന്നത്. യൂണിറ്റ് 4 വരുന്നത് ഹബീബ് തൻവീർ ചന്ദ്രദാസ് ചോറ്. ഓക്കെ. ഛത്തീസ്ഗഡ് നാടോടി കഥയെ അടിസ്ഥാനമാക്കിയിട്ട് ഹബീബ് തൻവീർ തദ്ദേശീയരായിട്ടുള്ള നാടോടി കലാകാരന്മാരെ വെച്ചിട്ട് ഫോക്ക് ആക്ടേഴ്സിനെ വെച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു അതീവ പ്രശസ്തമായിട്ടുള്ള ഒരു ആക്ഷേപഹാസ്യ നാടകമാണ് ഇത്. ഓക്കെ. നാടകത്തിലെ കേന്ദ്ര കഥാപാത്രം ചരൺദാസ് എന്ന ഒരു കള്ളനാണ്. അവന് ദരിദ്രരെ ചൂഷണം ചെയ്യുന്ന ധനികരുടെ പണം മാത്രം മോഷ്ടിക്കുന്ന ഒരു എന്താ പറയാ റോബിൻഹുഡ് ശൈലിയിലുള്ള ഒരു കള്ളനാണ് കേട്ടോ. ഒരിക്കല് പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ ഒരു ഗുരുവിന്റെ ആശ്രമത്തിൽ അഭയം തേടാണ്. അങ്ങനെ ഗുരു അവനെ തന്റെ ശിഷ്യനാക്കാൻ 4 നിബന്ധനകളാണ് വെക്കുന്നത്. കള്ളന് ഗുരുവിന് മുന്നിൽ 4 സത്യങ്ങൾ ചെയ്യാണ്. ഞാൻ ഇനി ഒരിക്കലും സ്വർണ്ണപാത്രത്തിൽ ഭക്ഷണം കഴിക്കില്ല. ഞാൻ ആനപ്പുറത്ത് കയറി ഘോഷയാത്ര നടത്തില്ല. ഞാൻ ഒരു രാജ്യത്തിലെയും രാജാവില്ല. ഞാൻ ഒരു രാജ്ഞിയെയും വിവാഹം കഴിക്കില്ല. ഇതിനൊപ്പം അവൻ 5ാമതായി ഒരു സത്യം കൂടി സ്വന്തമായി ചെയ്യുന്നു. ഞാൻ ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയില്ല, സത്യം മാത്രമേ പറയൂ. ഓക്കെ. ഒരു കള്ളൻ എപ്പോഴും സത്യം മാത്രം പറയുന്നതിലൂടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിചിത്രമായിട്ടുള്ള ഒരു ഐറണിയാണ് ഈ ഒരു നാടകത്തിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. അവിടുത്തെ ധനികരായിട്ടുള്ള വ്യാപാരികളും അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരും കപട സന്യാസിമാരും തങ്ങളുടെ കള്ളത്തരങ്ങൾ മറക്കാൻ വേണ്ടി വിയർക്കുമ്പോൾ കള്ളനായിട്ടുള്ള ചരൺദാസ് തന്റെ സത്യസന്ധത കൊണ്ട് ജനപ്രിയമായിട്ട് മാറുകയാണ്. ഓക്കെ. ഒടുവില് അവിടുത്തെ രാജ്ഞി ക്വീന് ചരൺദാസിന്റെ സത്യസന്ധതയിൽ ആകൃഷ്ടയാകുകയും അവനോട് തന്റെ രാജ്യം ഭരിക്കാനും തന്നെ വിവാഹം കഴിക്കാനും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്.
എന്നാല് അദ്ദേഹം എന്താണ് അയാള് ഗുരുവിന് നൽകിയിട്ടുള്ള ആ ഒരു സത്യങ്ങൾ പാലിക്കാൻ ചരൺദാസ് അത് നിരസിക്കാണ്, ഒഴിവാക്കുകയാണ്. ഓക്കെ. രാജ്ഞി അവനോട് ഈ സത്യം ആരോടും പറയരുതെന്ന് ആവശ്യപ്പെടുന്നു. ഓക്കെ. അതായത് എന്നാൽ ഞാൻ കള്ളം പറയില്ല, സത്യമേ പറയൂ എന്ന നിലപാടിൽ ചരൺദാസ് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്ഞിയുടെ ആ ഒരു കപടത അത് പുറത്തു പറയാൻ തുനിയുകയും ചെയ്യുന്നുണ്ട്. അതായത് അയാൾ അയാളുടെ വാക്കൊക്കെ പാലിക്കുകയാണ്. അദ്ദേഹം സത്യം കള്ളം മാത്രം പറയില്ല, അതുപോലെ സത്യമേ പറയൂ എന്നുള്ള ആ ഒരു നിലപാട് തന്നെ ചരൺദാസ് ഉറച്ചു നിൽക്കുകയും രാജ്ഞിയുടെ കപടത പുറത്തു പറയാനൊക്കെ തുനിയുകയും ചെയ്യുന്നുണ്ട്. സ്വന്തം അന്തസ്സും കള്ളത്തരങ്ങളും പുറത്താകാതിരിക്കാൻ രാജ്ഞി ഭടന്മാരോട് ചരൺദാസിനെ കൊലപ്പെടുത്താൻ ഉത്തരവിടുകയാണ്. രാജ്യത്തിലെ വലിയ പ്രമാണിമാരെക്കാൾ അന്തസ്സും സത്യസന്ധതയും ഒരു സാധാരണ കള്ളനുണ്ടായിരുന്നു എന്ന് സമർത്ഥിക്കുന്ന ഒരു കടുത്ത സോഷ്യൽ എന്താ പറയാ സറ്റയറോടെയാണ് ഈ ഒരു നാടകം അവസാനിക്കുന്നത്. സോ ഇത്രയാണ് ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് വരുന്നത്. ഇതോടുകൂടി നമ്മളെ ബ്ലോക്ക് 7 കഴിഞ്ഞു. നമ്മുടെ കംപ്ലീറ്റ് ഈ ഒരു MEG 16 എന്നുള്ള പേപ്പറും കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ബ്ലോക്ക് മുതൽ 7th ബ്ലോക്ക് വരെ നമ്മൾ എല്ലാ യൂണിറ്റ്സും എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. സോ എക്സാമിന് ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ കൂടെ ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, നിങ്ങൾ ഈ നോട്ട്സും കൂടെ വായിക്കണം. ഇത് മാത്രം കേട്ടു പോകരുത്, നോട്ട്സ് ഒന്ന് വായിച്ചിട്ട് പോവാം. ഓക്കെ. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് എന്തെങ്കിലും സജഷൻസോ ഒപ്പീനിയൻസോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.